എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണാറുണ്ട് എല്ലാവരുടെയും. ഓക്കെ, നമ്മുടെ പ്രെയർ ടൈം ആണെന്ന് എല്ലാവരും നിവർന്നിരിക്കുക. നട്ടലൊക്കെ നിവർത്തി ഒന്ന് നിവർന്ന് കണ്ണുകൾ അടച്ചിരിക്കുക കേട്ടോ. ഈവനിങ്. ഓക്കെ ഓക്കെ അപ്പോൾ എക്കണോമിക്സിൽ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ സെക്കൻഡ് ടേമിൽ വരുന്നത് 2 ചാപ്റ്റർ ആണ്. മാക്രോയിലാണെങ്കിൽ 3ഉം 4ഉം അവിടെ 2 ചാപ്റ്ററാണ് സെക്കൻഡ് ടേമിൽ വരുന്നത്. നമുക്ക് ആദ്യം സെക്കൻഡ് ടേമിലെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഏച്ചി കാണിച്ചേ. യെസ്. അപ്പം മൈക്രോയിൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ്, അതായത് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 ചാപ്റ്റർ, ലാസ്റ്റ് 2 ചാപ്റ്റർ ആണ് സെക്കൻഡ് ടേമിൽ വരുന്നത്. പക്ഷെ ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ നോക്കണം, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി മാക്രോ ഇക്കണോമിക്സിലാണെങ്കിൽ ടോട്ടലി 4 ചാപ്റ്ററേ നിങ്ങൾക്ക് എന്തിനുള്ളൂ, സെക്കൻഡ് ടേം എക്സാമിനുള്ളൂ. അതിലെ 3ഉം 4ഉം ആണ് സെക്കൻഡ് ടേം എക്സാമിനുള്ളത്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നതാണ്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? എന്നൊക്കെ വിഷയം കാണിച്ചെല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ 4th ചാപ്റ്റർ ആണ്. മൈക്രോ ഇക്കണോമിക്സിലെ 4th ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതില് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ആദ്യം പറയാൻ പോണത്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്കൊരു മാർക്കറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആകെ നിങ്ങൾക്ക് ഒരു ഒറ്റ മാർക്കറ്റേ പഠിക്കാനുള്ളൂ, അത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ട് ഇത് ഏത് മാർക്കറ്റിന്റെ ഫീച്ചറാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ, ദാറ്റ് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അല്ലെ, ഈ മാർക്കറ്റിൽ ഒരുപാട് വാങ്ങാനും വിൽക്കാനും ആളുകളുണ്ട്. 2, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. അല്ലെ, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ്. 3, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ആർക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും അതുപോലെ എക്സിറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ലൊരു വിവരം ഉണ്ടായിരിക്കണം. അല്ലേ? അതുപോലെ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് പ്രൊട്ടക്ഷൻ, യൂണിഫോം പ്രൈസ്. ഇവിടെ എല്ലാവരും വിൽക്കുന്നത് ഒരേ പ്രൈസിനാണ്, തോന്നി വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല, ഒരേ പ്രൈസിനാണ്. അതുപോലെ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഫേംസ് ആർ പ്രൈസ് ടേക്കർ. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ഫേംസ് ആർ പ്രൈസ് ടേക്കർ. കിട്ടിയോ ആയിഷേ? ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ആയിഷ കാണിച്ചേ. ഫാത്തിമ നസ്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, ഇത് ഉറപ്പായിട്ടും വരും കേട്ടോ. എക്സാമിന് ചോദിക്കും, 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ഷുവർ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ്. നന്നായി പഠിച്ചിട്ട് പോവുക കേട്ടോ. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെ TR വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ AR വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ MR വർക്കൗട്ട് ചെയ്യാം. TR കാണാൻ ഒന്നുമില്ല, P ഇൻറ്റു Q, പ്രൈസിനെ ക്വാണ്ടിറ്റി വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് TR കിട്ടും. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞു, ഈ മാർക്കറ്റിലെ പ്രൈസ് എന്തായിരിക്കും? യൂണിഫോം പ്രൈസ്, ഒരേപോലെയുള്ള പ്രൈസ് ആണ്. അല്ലേ? അപ്പൊ P സെയിം ആയിരിക്കും. അപ്പൊ P ഒരു 5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ടേബിളിലെ ആ കോളം ഫുള്ള് 5 ആയിരിക്കും കേട്ടോ. ഒരൊറ്റ പ്രൈസ് തന്നാൽ മതി, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇനി Q നമുക്ക് തരും. അപ്പൊ Pനെ Q വെച്ച് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് TR കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ. ചിരിച്ചിരിക്കില്ല ഇവിടെ. ഓക്കെ, ഇനി AR കാണാൻ. AR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് റവന്യൂ ആണ്. ആവറേജ് എന്ന് പറയുന്നത് ശരാശരി എന്നർത്ഥം. അല്ലേ? അതായത് ടോട്ടലിന്റെ ശരാശരി. അപ്പൊ TRനെ നമ്മൾ Q വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് AR കിട്ടുക. അത് സെയിം നമുക്ക് പ്രൈസിന് തുല്യമായിരിക്കും. ഓർത്ത് വയ്ക്കുക, പ്രൈസും ARഉം MRഉം എല്ലാം തന്നെ ഈ മാർക്കറ്റിൽ സെയിം ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, TR മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിനെ ഇവിടെ ARഉം പ്രൈസും MRഉം ഒക്കെ സെയിം ആയിരിക്കും. MR എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ TR ആണ്. TRൽ ഉണ്ടായ മാറ്റമാണ് MR. ഒരു ടേബിൾ കാണിച്ച സാറേ കാണിച്ചു കൊടുക്കാം. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് TRഉം AR ഒക്കെ കാണാൻ വരും കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 1 2 3 4 5 6. പ്രൈസ് ഇവിടെ 10 ആണ് കേട്ടോ. 10 തന്നെ എപ്പോഴും വരണമെന്നില്ല. ചിലപ്പോൾ 8 ആയിരിക്കും തരിക, ചിലപ്പോൾ 5 ആയിരിക്കും തരിക, ചിലപ്പോൾ 7 ആയിരിക്കും തരിക. അപ്പോൾ ഒരെണ്ണം തന്നാൽ പിന്നെ ഫുള്ള് സെയിം ആയിരിക്കും കേട്ടോ. ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് ഒരെണ്ണം തന്നാൽ ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് കൈവിശി കാണിച്ചേ. ഫാത്തിമ നസ്രീൻ കൈവിശറ. ഇനി ക്വാണ്ടിറ്റീനെ പ്രൈസ് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് TR കിട്ടുക. അപ്പൊ 1 × 10 10, 2 × 10 20, 3 × 10 30. കണ്ടോ? അപ്പൊ TR കിട്ടിയില്ലേ? ഇനി MR കാണാൻ പറഞ്ഞാലോ? ഈ TRൽ ഉണ്ടായ മാറ്റമാണ്. ആദ്യത്തെ 10 അതുപോലെ തന്നെ എടുത്ത് എഴുതാ. 10 20 ആയില്ലേ മക്കളെ? അപ്പൊ എത്ര മാറ്റം? 20ൽ നിന്ന് 10 കുറച്ചാൽ 10, 30ൽ നിന്ന് 20 കുറച്ചാൽ 10, 40ൽ നിന്ന് 30 കുറച്ചാൽ 10. മനസ്സിലായോ? അപ്പോ MR കാണണമെങ്കിൽ TR ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ ആണെങ്കിൽ കാണിച്ചത് അമ്പ് കാണിച്ചെല്ലാവരും.
ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ മാർക്കറ്റില് പ്രൈസും എ ആറും എം ആറും സെയിം ആയിരിക്കും മക്കളെ, മറന്നു പോകരുത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ കണ്ടോ, പ്രൈസ് 10ആണ്, എം ആർ എന്ന് പറയുന്ന കോളം 10ആണ്. ഇനിയിപ്പോ എ ആർ കാണാൻ പറഞ്ഞാൽ എ ആറും 10ആയിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ എ ആർ എങ്ങനെ കാണാൻ ഒരാളെ വിളിച്ച സാറേ? ജിതിനെ എ ആർ എങ്ങനെ കാണാടാ? എ ആർ കാണാനുള്ള ഇക്വേഷൻ എന്താ മോനെ? ജിതിനെ വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് സമയം കളയല്ലേ. എ ആർ എങ്ങനെ കാണാടാ? ടി ആർ ബൈ ക്യൂ. അപ്പൊ 10/1 10 അല്ലേ? അടുത്തതോ 20/2 എത്രയാ? 10. ശരിയല്ലടാ? അപ്പൊ എല്ലാം നമുക്ക് 10 എന്നായിരിക്കും കിട്ടുക. മക്കളെ ക്ലിയർ ആയോ? അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഈ മാർക്കറ്റില് പ്രൈസും എ ആറും എം ആറും സെയിം ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണോ? നമുക്ക് വിശിക്ക് ശ്രീമല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ. ഇനി നമുക്കതിന്റെ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്രം നിങ്ങൾക്ക് എങ്ങനെ വരച്ചാലും ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. നോക്കി, ടി ആർ എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗിളിലായിരിക്കും കേട്ടോ മക്കളെ. ഈ 45 ഡിഗ്രി ആംഗിൾ വരുന്ന രണ്ട് സാധനങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് പറയാം ആർക്കെങ്കിലും? എക്കണോമിക്സിൽ നമുക്ക് 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന രണ്ട് സാധനങ്ങൾ പഠിക്കാനുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ റീസെന്റ് ചെയ്തേ. ആ അക്സ വന്നല്ല, സെക്കൻഡ് അക്സനെ വിളിച്ചേ. അക്സ എവിടെയായിരുന്നു അക്സ? ആ സുഖമല്ലേ? സുഖമല്ലേ ഇന്ന്? ഓക്കെ, എന്നാ പറഞ്ഞോ. 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന രണ്ട് സാധനങ്ങൾ ഏതൊക്കെയാടാ? ഏതാ കേട്ടില്ല? വെറും സപ്ലൈ കർവല്ല, പിന്നെന്ത് വരും? യെസ്, അഗ്രഗേറ്റ് സപ്ലൈ കർവ് കേട്ടോ. കിട്ടിയില്ല അക്സ? ഇനി തെറ്റിക്കരുത്. ഇനി അക്സ ഒരിക്കലും തെറ്റിക്കില്ല. ശരിയല്ലേ? യെസ്, അഗ്രഗേറ്റ് സപ്ലൈ കർവ്. മക്കളെ മാക്രോ ഇക്കണോമിക്സില് 2 സെക്ടർ ഇക്കോണമി ആയിക്കോട്ടെ 3 സെക്ടർ ഏത് ഇക്കോണമി ആണെങ്കിലും അഗ്രഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും 45 ഡിഗ്രി ആംഗിളിലാണ്, 45 ഡിഗ്രി ആംഗിളിലാണ്. അതേപോലെ തന്നെയാണ് ടി ആർ കർവ്. ഏത് മാർക്കറ്റിലെ? പെർഫെക്റ്റ് കോമ്പറ്റീവ് മാർക്കറ്റിലെ ടി ആർ കർവും 45 ഡിഗ്രി ആംഗിളിലാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈശി കാണിച്ച എല്ലാവരും 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന രണ്ട് കർവുകൾ ഏതൊക്കെയാ? ഒന്ന് ടി ആർ കർവും ഒന്ന് അഗ്രഗേറ്റ് സപ്ലൈ കർവ്. ബാക്കി എ ആറും എം ആറും പ്രൈസ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ 10 10 പ്രൈസ്. അപ്പൊ 10ന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ എന്തായി? എ ആർ ആയി, പ്രൈസ് ആയി, എം ആർ. കാരണം ഈ മാർക്കറ്റിൽ ഇതെല്ലാം സെയിം അല്ലേ? നേരത്തെ പറഞ്ഞ ടേബിൾ വെച്ച് വരച്ചേക്കണം കേട്ടോ. അതുകൊണ്ടാണ് 10. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8ആണ് പ്രൈസിംഗിൽ, ഇവിടെ 8ആണ് മാർക്ക് ചെയ്യേണ്ടത്. കത്തിയാ? എല്ലാവർക്കും വരയ്ക്കാൻ മനസ്സിലായെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ഇനി ഇതെല്ലാം കൂടി ഒരൊറ്റ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ടി ആർ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ടി ആറും ഇതും കൂടി ഒരുമിച്ച് ഒരു ഡയഗ്രത്തിൽ വരച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും സെറ്റ്. ആർക്കെങ്കിലും ഇത്രയും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഈ പറയുന്ന ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്തു, പറഞ്ഞുതരാം. എല്ലാവർക്കും ഓക്കെയാണ്? ആ നീരജ ഡൗട്ട് ആണ്, ചോദിച്ച മോനെ. 45 ഡിഗ്രി എന്ന് പറഞ്ഞാല് ഈ ടി ആർ എപ്പോഴും 10ആണ് പ്രൈസിംഗിൽ 10 വെച്ചായിരിക്കും എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുന്നത്. നേരത്തെ ടേബിളിൽ കണ്ടില്ലടാ, 10 20 30. അപ്പൊ 10 വെച്ചല്ലേ ഇൻക്രീസ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ്. അപ്പൊ 10ആണ് അവിടുത്തെ സ്ലോപ്പ്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് 45 ഡിഗ്രിയിലായിരിക്കും വരിക. എങ്ങനെ നമ്മൾ അളവെടുത്ത് വരച്ചാലും 10 ഇവിടെ 10 വന്നു, 20 വന്നു, 30 വന്നു. കണ്ടോ? അപ്പൊ ഓരോ യൂണിറ്റ് കൂടുന്തോറും 10ന്റെ ഡീവിയേഷനിൽ ഇങ്ങനെ കൂടല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂടല്ലേ. സോ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ എപ്പോഴും 45 ഡിഗ്രി ആംഗിളിലായിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് സഫാനെ ചോദിക്കടാ. ബിസിനസിന്റെ ക്ഷീണം കാണുന്നുണ്ട് മുഖത്ത്. ബുദ്ധിമുട്ടായിരുന്നോ എക്സാം? കുഴപ്പമുണ്ടായിരുന്നില്ല. പറഞ്ഞോ. ഹൈപ്പർബോള പറയുന്ന സാധനം റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഷേപ്പിലുള്ളതാ? കാണിച്ചുതരാം. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഈ ഷേപ്പ് അല്ലടാ. ഇത് AFC കർവാണ്. ഏത് കർവാടാ? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിലെ 5 ഡിഗ്രീസില് അതും ഈ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇത് രണ്ടുമാണ് ഈ ഷേപ്പിൽ വരുന്നത്. കത്തിയാ? ഓക്കെ. അത് AFC ആണ് എപ്പോഴും ചോദിക്കാറ് 1 മാർക്കിന്. റെക്ടാങ്കുലർ ഹൈപ്പർബോളയിൽ വരുന്ന ഏത് കർവാന്ന് ചോദിച്ചാൽ AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അത് 3rd ചാപ്റ്റർ മൈക്രോ കേട്ടോ. ഓക്കെ, അടുത്ത കാണിച്ചോ.
സഫാൻ എന്തോ മനസ്സിൽ തട്ടിയപ്പോ ചോദിച്ചതാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് എസ് എ ക്വസ്റ്റ്യൻ, നാളത്തെ എക്സാമിന് എസ് എ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോളൂ, എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ചിലപ്പോൾ എക്സാമിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടേം എക്സാമിന് എപ്പോഴും വരാറുണ്ട് 8 മാർക്കിന് കേട്ടോ. സോ അതുകൊണ്ട് നാളത്തെ എക്സാമിന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. 8 മാർക്കിനാണ് ചോദിക്കുക. വരികയാണെങ്കിൽ 8 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അത് 5 മാർക്ക് കേട്ടോ. 8 ചോദിച്ചില്ലെങ്കിൽ പിന്നെ 5 ചോദിക്കില്ല. അതിൽ കുറവ് മാർക്കിന് അങ്ങനെ വരാറില്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അറിയാലോ എല്ലാവർക്കും. എല്ലാവരും പഠിക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. അതായത് ആദ്യം നിങ്ങൾ ഒരു ഇൻട്രോ കൊടുക്കുക. എന്താ ഇൻട്രോ കൊടുക്കുക? എവറി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽ ദം ഇൻ ദ മാർക്കറ്റ് അല്ലേ. അതായത് എല്ലാ പ്രൊഡ്യൂസറും എന്ത് ചെയ്യും? ഗുഡ്സും സർവീസും ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ വിൽക്കും. എന്തിനു വേണ്ടിയിട്ടാ? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് അല്ലേ. അതായത് എല്ലാ ഉൽപാദക യൂണിറ്റുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക അല്ലെ. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈ എന്ന് പറയുന്ന സിമ്പിൾ ഇല്ലടാ. മാത്സിൽ നമ്മൾ പൈ എഴുതാറില്ലേ ഇങ്ങനെ പൈ കണ്ടോ. അപ്പൊ പൈ എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? TR മൈനസ് TC അല്ലെ. മൊത്തം വരുമാനത്തിൽ നിന്നും മൊത്തം ചെലവ് കുറയ്ക്കുമ്പോഴാണ് പൈ കിട്ടുക. പൈ എന്ന് പറഞ്ഞ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ കൈവശി കാണിച്ച്, ഇത്രയും പോർഷൻ ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച്. ഇത് അടുത്ത സെന്റൻസിൽ എഴുതാ. The difference between TR and TC will be maximum when the 3 conditions are satisfied. ഇത് TR TC കുറയ്ക്കുമ്പോഴല്ലേ പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ TR TC മാക്സിമം എത്രത്തോളം ഡീവിയേറ്റ് ആകുന്നോ അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ. അപ്പൊ TR TC മാക്സിമം ആകണമെങ്കിൽ, അതിന്റെ ഡിഫറൻസ് മാക്സിമം ആകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഏതൊക്കെ 3 കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷനാണ് P = MC. മക്കളെ പ്രൈസും എംസിയും ഈക്വൽ ആയിരിക്കണം. പ്രൈസ് പറഞ്ഞാൽ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ പ്രൈസും ARഉം MR ഒക്കെ എക്സ് ആക്സിസിന് പാരലൽ അല്ലേ. സോ അവിടെ നമ്മൾ MC കർവ് വരയ്ക്കുക. MC കർവ് എപ്പോഴും ഒരു U ഷേപ്ഡ് ആയിരിക്കും കേട്ടോ മക്കളെ. MC വരയ്ക്കുക എപ്പോഴും U ഷേപ്ഡ് വേണം വരയ്ക്കാനായിട്ട്. സോ ഇവിടെ നമ്മൾ U ഷേപ്പ് ആണ് വരച്ചേക്കണേ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസും എംസിയും തുല്യമായിരിക്കണം. പ്രൈസും എംസിയും തുല്യമായിരിക്കണം. അപ്പൊ ഈ 2 പോയിന്റിൽ പ്രൈസും എംസിയും തുല്യമാകുന്നുണ്ട് അല്ലേ. A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റ്, ഈ 2 പോയിന്റിലെ MC തുല്യമാവുന്നില്ലേ? 2 ഈക്വൽ ആവുന്നില്ലേ? പക്ഷെ 2ഉം ഈക്വലിബ്രിയം ആണോ? അല്ലെങ്കിൽ 2 മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് ആണോ? അല്ല. അതെങ്ങനെ മനസ്സിലാക്കും? സെക്കൻഡ് പോയിന്റ് വായിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താ? MC ഷുഡ് നോൺ ഡിക്രീസിങ്. MC എങ്ങനെയായിരിക്കണം? നോൺ ഡിക്രീസിങ് ആയിരിക്കണം. കാരണം കുറയാൻ പാടില്ല അല്ലെ. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റില് MC പിന്നെ താഴോട്ടല്ലേ പോകുന്നത്? കണ്ടോ, ഇങ്ങനെ A എന്ന് പറയുന്ന പോയിന്റിന് താഴോട്ടല്ലേ MC പോകുന്നത്. സോ A അല്ല ശരിക്കും നമുക്ക് എന്ത് ഈക്വലിബ്രിയം വരിക. കാരണം രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നുണ്ട് MC ഷുഡ് നോൺ ഡിക്രീസിങ്. MC ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിക്രീസ് ആകാൻ പാടില്ല അല്ലെ. പക്ഷെ A എന്ന് പറയുന്ന പോയിന്റിൽ എന്താ? MC താഴോട്ടല്ലേ പോകുന്നത്. സോ ഡിക്രീസ് ആവാണെങ്കിൽ അപ്പൊ A ഒരിക്കലും ഈക്വലിബ്രിയം അല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ പോയിന്റ് അല്ല. പക്ഷെ B ആണെങ്കിലോ B പിന്നെ മുകളിലോട്ടാ പോകുന്നത് അല്ലെ. U ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ വരുന്നത്. സോ B എന്ന് പറയുന്ന പോയിന്റ് മുകളിലോട്ടല്ലേ പോകുന്നത്. സോ ഇവിടെ ഈ ഫിഗറിൽ B എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്ന പോയിന്റ്. ക്ലിയർ ആണോ? നമുക്ക് വീശി കാണിച്ച് എല്ലാവർക്കും സെറ്റ് ആയില്ലേ? യെസ്. അപ്പൊ B ആണ് ഈക്വലിബ്രിയം. മക്കളെ ഇതിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഈക്വലിബ്രിയം എന്ന് പറയട്ടോ. അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഈക്വലിബ്രിയം എന്ന് കണ്ടാൽ ഇത് തന്നെയാണ്. കൺസ്യൂമേഴ്സ് അല്ല, പ്രൊഡ്യൂസേഴ്സ്. കൺസ്യൂമേഴ്സ് ഈക്വലിബ്രിയം സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് പ്രൊഡ്യൂസേഴ്സ് ഈക്വലിബ്രിയം എന്ന് ചോദിച്ചാലും ഈ ആൻസർ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ആയോ എല്ലാവർക്കും? ഗ്രാനിയ എല്ലാവർക്കും സെറ്റ് അല്ലേ? ശ്രീമൽ, മിലൻ, ഓക്കെ. കഴിഞ്ഞിട്ടില്ല, ആൻസർ കഴിഞ്ഞിട്ടില്ല. 8 മാർക്കിന് ആൻസർ ഇത്ര എഴുതിയാൽ പോരല്ലോ. ഡയഗ്രാം വരയ്ക്കാൻ മറന്നു പോരുത്. സാറേ ഡയഗ്രാം കാണിച്ചെടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ. യെസ്, മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണില് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് തുല്യമായിരിക്കണം? യെസ്, AVCക്ക് തുല്യമോ അല്ലെങ്കിൽ AVCനേക്കാൾ മുകളിലോ ആയിരിക്കണം. ഇവിടെ AVC എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വരച്ചിട്ടില്ല. AVC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ മുകളിലാണ് വരിക കേട്ടോ. AVC വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ AVCക്ക് തുല്യമോ അല്ലെങ്കിൽ AVCനേക്കാൾ മുകളിലോ ആയിരിക്കണം പ്രൈസ് എന്ന് പറഞ്ഞാൽ. അത് ഷോർട്ട് റണ്ണില്. ലോങ് റണ്ണിലാണെങ്കിൽ നമുക്ക് എന്താണ്? LRAC ആണ് വരിക. മനസ്സിലായോ? ലോങ് റണ്ണില് LRAC ആണ്, AVC അല്ല വരിക. L എന്ന് പറഞ്ഞാൽ ലോങ് റൺ എന്നാണ് അർത്ഥം. LR എന്ന് പറഞ്ഞാൽ ലോങ് റൺ. അപ്പൊ ലോങ് റൺ ആവറേജ് കോസ്റ്റ്, അവിടെ വേരിയബിൾ കോസ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. എന്തുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ലോങ് റണ്ണില്? ആര് പറയും? അക്സ എന്ന് പറഞ്ഞടാ. എന്താ ലോങ് റൺ എന്ന് പറഞ്ഞ? ലോങ് റണ്ണിൽ നമ്മൾ ആവറേജ് കോസ്റ്റ് എടുക്കുക അല്ലെ, ടോട്ടൽ കോസ്റ്റ് എടുക്കുക. എന്തുകൊണ്ടാ? എല്ലാ വേരിയബിൾ എന്തായിരിക്കും
അല്ല എല്ലാ ഇതും എന്തായിരിക്കും, എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും മക്കളെ. ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്, അവിടെ ഫിക്സഡ് ഇല്ല. സോ നമ്മൾ എടുത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല വേരിയബിൾ കോസ്റ്റ് അല്ലേ. ക്ലിയർ ആയോ മക്കളെ? പക്ഷെ ഷോർട്ട് റണ്ണിലാണെങ്കിൽ സം ഇൻപുട്സ് ആർ ഫിക്സഡ് ആൻഡ് അതേഴ്സ് ആർ വേരിയബിൾ ആണ് അല്ലെ. കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിൾ ആണ്. അപ്പൊ അവിടെ പ്രത്യേകം വേരിയബിൾ ഉള്ളത് കൊണ്ട് നമ്മൾ വേരിയബിൾ എടുത്ത് പറയണം AVC എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. പക്ഷെ ലോങ് റണ്ണിലാണെങ്കിൽ എല്ലാ ഇൻപുട്സും എന്താണ്, വേരിയബിൾ ആണ്. അപ്പൊ എല്ലാ ഇൻപുട്സിന്റെയും ആവറേജ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആവറേജ് കോസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, വേരിയബിൾ കോസ്റ്റിന്റെ ആവറേജിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? കത്തിയോ? ഒന്ന് കൈശി കാണിച്ചെല്ലാവരും. യെസ്. അപ്പൊ ഷോർട്ട് റണ്ണില് AVCക്ക് തുല്യമോ AVCനേക്കാൾ മുകളിലോ ആയിരിക്കണം. ലോങ് റണ്ണിൽ LRACക്ക് ഈക്വലോ LRACക്ക് മുകളിൽ. ഇത്ര എഴുതിയാൽ പോരാ, ഇവിടെ നിങ്ങൾ ആ ഇക്വേഷൻ കൂടി എഴുതി ചേർക്കണം കേട്ടോ. ലാസ്റ്റ് ഫൈനലി പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC അല്ലേ. TR എന്ന് പറഞ്ഞാൽ ഈ വലിയ ബോക്സ് ആണ് കേട്ടോ, ഈ വലിയ ബോക്സ്. അപ്പൊ ഏരിയ ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ, OP1 Q1 M1 കേട്ടോ. OP1 Q1 M1 മൈനസ് TC എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആണ്. അത് ഈ ചെറിയ ബോക്സ് ആണ്, സോ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് OPR M1. ഓക്കെ അല്ലെ, OPR M1. അപ്പൊ ഈ വലിയ ബോക്സിൽ നിന്ന് ഈ ചെറിയ ബോക്സ് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ. ഏരിയ ഓഫ് എന്ത് വരും, P1 അല്ലെങ്കിൽ SP1 കൊടുത്താലും മതി. എന്താ വെച്ചാൽ അത് കൊടുക്കുക, നിങ്ങൾ കൊടുക്കുന്ന ആൽഫബറ്റ്സ് എന്താ വെച്ചാൽ അതെടുത്ത് ചെയ്ത ഫൈനലി. ഓക്കെ ആണോ? സെറ്റ് ആണോടാ? ആ ദേവി ദർശന ക്ലിയർ ആയോടാ? മനസ്സിലായത് വല്ലതും? ഇത് പഠിക്കണം കേട്ടോ. കയ്യിലില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പഠിക്കണേ. ഇത് നാളത്തെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ചോദിക്കുക. നാളത്തേക്ക് പഠിക്കാൻ ടൈം ഇല്ലെങ്കിൽ പറ്റാവുന്ന അത്രയെങ്കിലും പഠിച്ചിട്ട് പോവാം. ദേവി ദർശന. ഓക്കെ, ജിതിന് ഡൗട്ട് ആണോ മക്കൾ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കുറച്ച് എലാബറേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. ഡയഗ്രം ഒക്കെ ഒരു ഹാഫ് പേജ് ഒക്കെ വരച്ച് വെക്കുക. അങ്ങനെ ആൻസർ കുറച്ച് ലെങ്തി ആക്കുക കേട്ടോ. ചോദിച്ചോ ജിതിൻ. ഏരിയ ഓഫ് വലിയ ബോക്സിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ ബോക്സിന്റെ ഏരിയ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഷെയ്ഡ് ചെയ്ത പൊസിഷനിൽ ഇടാം. അതാണ് പ്രോഫിറ്റ് ഏരിയ കേട്ടോ. ഓക്കെ, ദേവിദർശന ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക് ബ്രേക്ക് ഇവൻ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും ആണ്. ഓക്കെ അല്ലേ മക്കളെ? ബ്രേക്ക് ഇവൻ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റ് ആണ് നിങ്ങൾ നെക്സ്റ്റ് വരയ്ക്കേണ്ടത് കേട്ടോ. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ്? ആരെ വിളിക്കാം? അർജുനെ പറയട്ടെ, ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താ? പറയൂ. അർജുനെ അറിഞ്ഞൂടെ? അറിയില്ല ബ്രേക്ക് ഇവൻ പോയിന്റ്? ശരി, ആര് പറയാം ബ്രേക്ക് ഇവൻ പോയിന്റ്? അഭിജിത്ത് എന്ന് പറയണ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താന്ന്. അർജുൻ പറഞ്ഞില്ലേ, അഭിജിത്ത് പറയും. അഭിജിത്ത് കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അഭിജിത്തെ, വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ്? TR ഉം TC ഈക്വൽ എന്ന് പറഞ്ഞ അർത്ഥം മൊത്തം വരുമാനവും മൊത്തം ചെലവും തുല്യമാണെങ്കിൽ നമുക്ക് അവിടെ ലാഭം കിട്ടുമോ? ലാഭം ഉണ്ടാവോ? ഞാൻ തന്നെ പറയാം അല്ലേ മക്കളെ. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ്. ലാഭവും ഇല്ല നഷ്ടവും ഇല്ല അല്ലെ. ഒരു 5 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം 5 രൂപയ്ക്ക് തന്നെ മാർക്കറ്റിൽ വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ക്ലിയർ ആയോ? ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. പക്ഷെ അവിടെ എന്ത് കിട്ടും മക്കളെ? ഓർത്ത് വെച്ചോ, നോർമൽ പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റിന് എന്ത് വിളിക്കും? ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും, സാറ് പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞു, ലോസും വരില്ല എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കിട്ടും? ഇവിടെ നോർമൽ പ്രോഫിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ചെലവാക്കിയ പൈസ കിട്ടുന്നുണ്ടല്ലോ. അതായത് ബിസിനസ്സിൽ നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നൊരു വിശ്വാസമാണ് അവിടെ അല്ലേ. കാരണം നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. കാരണം എന്തുകൊണ്ട്? ചെലവായ പൈസ കിട്ടുന്നുണ്ടല്ലോ. അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് കാണിച്ചേ. ഓ, അക്സയുടെ ക്ലാസ്മേറ്റ് ആണോ? ഓക്കെ, അവർക്ക് എക്സാം ഇല്ലല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റ് ക്ലിയർ ആയല്ലോ. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, പക്ഷെ അവിടെ എന്ത് കിട്ടും? നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഓർമ്മ വേണ്ടിട്ട് എല്ലാവർക്കും. ഓക്കെ ആണെങ്കിൽ ഈശി കാണിച്ച എല്ലാവരും സെറ്റ്. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷട്ടർ ഇടുക എന്ന് പറഞ്ഞ എപ്പോഴും ഷട്ടർ ഇടുക കേട്ടാ.
കട എപ്പോഴും ഷട്ടർ ഇടുക? നമുക്ക് നഷ്ടം വരുമ്പോൾ അല്ലേ? അപ്പൊ ഷട്ട് ഡൗൺ പോയിന്റ് വളരെ സിമ്പിൾ ആണ് മക്കളെ. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ ആൻഡ് ലിവ്സ് ദ മാർക്കറ്റ്. മനസ്സിലായോ? ഉൽപാദനം നിർത്തിയിട്ട് മാർക്കറ്റിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ക്ലിയർ ആയോ? ഇവിടെ അവർക്ക് AVC പോലും മീറ്റ് ചെയ്യാനുള്ള പ്രൈസ് കിട്ടില്ല. അതായത് വേരിയബിൾ കോസ്റ്റ് പോലും, ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈസ് നമുക്ക് അവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഷട്ടർ ഇടുന്ന ഒരു അവസ്ഥയാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് എല്ലാവരും കൈവശം കാണിച്ചേ. ഇത് മൂന്നും ഒരൊറ്റ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ കാണിച്ചു തരാം. ജസ്റ്റ് എന്ന പ്ലെയിൻ ആക്കി തരും ഇവിടെ. ഇതെല്ലാം കൂടി ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കാം നമ്മള്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഓക്കെ അല്ലേ? അതിൽ AC വരയ്ക്കാം, അതുപോലെ തന്നെ AVC വരയ്ക്കാം. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ടിക്കറ്റ് പോലെ വരയ്ക്കാം. MC ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇതാണ്. ഇത് മിനിമം പോയിന്റ് ആയിരിക്കണം, ഇതും മിനിമം പോയിന്റ് ആയിരിക്കണം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? AVC, ഇവിടെ AC, ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്തോന്ന് ഷട്ട് ഡൗൺ പോയിന്റ്. ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഈ ഏരിയ ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കേട്ടോ. ബ്രേക്ക് ഇവൻ പോയിന്റിൽ നമുക്ക് എന്താ കിട്ടാ? നോർമൽ പ്രോഫിറ്റ്. കണ്ടോ? ബ്രേക്ക് ഇവൻ പോയിന്റിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഷട്ട് ഡൗൺ പോയിന്റിൽ നമുക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും കേട്ടോ, ലോസ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ നമുക്ക് AVC കാണിച്ച എല്ലാവരും AC വരയ്ക്കുക, AVC വരയ്ക്കുക. AVC AC മാറാതിരിക്കും എളുപ്പവഴി പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? റീസാൻഡ് ചെയ്തേ നോക്കട്ടെ. റീസാൻഡ് ചെയ്തേ. രണ്ട് യു ഷേപ്പ്ഡ് കർവാണ് അല്ലെ? രണ്ട് യു ഷേപ്പ്ഡ് ആണ്. സോ ഇതിൽ ഏത് ആദ്യം വരുന്നൊക്കെ ഉള്ളത് പഠിക്കാൻ ഞാൻ എളുപ്പവഴി ആക്സ പറയൂ. എക്സ അൺമ്യൂട്ട് ചെയ്യൂ. മുകളിൽ വരുന്ന ഏതാ? എന്തുകൊണ്ട് മക്കളെ? AC നമ്മുടെ വീടിന്റെ മുകളിലല്ലേ വെക്കുക? അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക, വീടിന്റെ മുകളിലുള്ളത് AC അല്ലേ? സോ മുകളിലുള്ള കർവ് AC കർവ്. ഓക്കെ ആണോ? AC കാണിച്ച്. രണ്ടും യു ഷേപ്പ്ഡ് കർവാണ്. അപ്പൊ AC കർവാണ് മുകളിലുള്ളത്, AVC കർവ് താഴെയുള്ളത്. ഇപ്പൊ ഒരു ടിക്കിട്ട പോലെ വരയ്ക്കുക, അതാണ് MC കർവ്. ഓക്കെ അല്ലേ? MC എപ്പോഴും ടിക്കിട്ട പോലെ ഇരിക്കും. ഓക്കെ ആണെങ്കിൽ AVC കാണിച്ച എല്ലാവരും? ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ആർക്കെങ്കിലും ഇത് പറയുന്നതിൽ ഡൗട്ട് ആണ് ചോദിച്ചു. അപ്പൊ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്ന പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ് മുകളിലുള്ള പോയിന്റ് ആണ്. അതാണ് സൂപ്പർ നോർമൽ. ഇത് നോർമൽ പ്രോഫിറ്റ്, ഇത് ലോസ്. ഷട്ട് ഡൗൺ പോയിന്റ് ലോസ് ആയിരിക്കും കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അനന്തകൃഷ്ണ ക്ലിയർ ആയോടാ? അനന്തകൃഷ്ണൻ ക്ലിയർ ആയില്ലേ? ഫിഗർ ക്ലിയർ ആയില്ലേ? അശ്വിൻ കൃഷ്ണൻ ക്ലിയർ ആയോടാ? ഫിഗർ ക്ലിയർ ആയോടാ? ഓക്കെ സെറ്റ്. മക്കളെ ഇത് പഠിച്ചിട്ട് പോവാ. ചിലപ്പോൾ ചോദിക്കാം, വരയ്ക്കാനൊക്കെ ചോദിക്കാം ഫിഗർ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്താലും മതി നിങ്ങൾ വേഗത്തിൽ. അടുത്ത ടോപ്പിക് ഏതാ സാറേ? സപ്ലൈ. സൂപ്പർ നോർമൽ പ്രോഫിറ്റോട് പറഞ്ഞാണ് ദ പ്രോഫിറ്റ് ദാറ്റ് ഫേംസ് ഏൺ ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിന്റ് ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അടുത്ത ടോപ്പിക് ആണ് സപ്ലൈ ആണ് മക്കൾ. ഈ ചാപ്റ്ററിൽ നോക്കേണ്ടതാണ് സപ്ലൈ. എന്താ സപ്ലൈ? ഡിമാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ അല്ലെ? അതായത് ഒരാള് എത്രത്തോളം അളവിലാണോ സാധനങ്ങൾ വിൽക്കാൻ തയ്യാറാകുന്നത്, ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സപ്ലൈഡ് ബൈ എ ഫേം അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. പല വിലകളിലേക്ക് പല വിലയ്ക്ക് ഒരു സ്ഥാപനം എത്ര അളവിലാണോ സാധനങ്ങൾ വിൽക്കാൻ റെഡി ആകുന്നത് അതിനെയാണ് സപ്ലൈ എന്ന് പറയുക. സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ നാളത്തെ എക്സാമിന് വരാൻ 100% ചാൻസ് ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാ? ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഏതൊക്കെയാ? ഒന്ന് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ടെക്നോളജി, ഇൻപുട്ട് പ്രൈസസ്, യൂണിറ്റ് ടാക്സ്. 4 എണ്ണാണ്. അപ്പൊ പ്രൈസ് എങ്ങനെയാണ് സപ്ലൈനെ എഫക്ട് ചെയ്യുക? സപ്ലൈ എന്ന് പറഞ്ഞാൽ വിൽക്കാന്നല്ലേ അർത്ഥം. അപ്പൊ ഏതൊരു സാധനത്തിന്റെ വില കൂടുമ്പോൾ സപ്ലൈ കൂടും. അപ്പൊ വില കൂടുമ്പോൾ സാധനം വിറ്റാലല്ലേ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കടക്കാരൻ ഈ വില കൂടി സാധനം വിൽക്കില്ലേ? കാരണം കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ഒരു സാധനത്തിന്റെ വില. ഓക്കെ അല്ലേ? അപ്പൊ സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ഇതാ വില. അപ്പൊ വില കൂടുമ്പോൾ സപ്ലൈ കൂടാണ് ചെയ്യുക, സപ്ലൈ കുറയല്ല കേട്ടോ, ഡിമാൻഡ് ആണ് കുറയുക. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പക്ഷെ സപ്ലൈ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. വില കൂടുമ്പോൾ സപ്ലൈ കൂടാ ചെയ്യുക, വില കുറയുമ്പോൾ സപ്ലൈ കുറയും. ക്ലിയർ ആയോ ജനദേവേ? ഓക്കെ. ഇനി ടെക്നോളജി പരമായിട്ട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ കൂടും. ശരിയല്ലേ? അതായത് റീസെന്റ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ സാധനം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ പ്രൊഡക്ഷന്റെ കേസ് ഒക്കെ പറഞ്ഞത്? അടുത്ത ഇൻപുട്ട് പ്രൈസസ്. ഇപ്പോൾ ഈ പേന ഉണ്ടാക്കണമെങ്കിൽ കുറെ മെറ്റീരിയൽ വേണം അല്ലെ? കുറെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വേണം. ഈ സാധനങ്ങൾക്കൊക്കെ മെറ്റീരിയലിനൊക്കെ വില കുറവാണെങ്കിലോ നമ്മൾ കൂടുതൽ പേന ഉണ്ടാക്കി വെക്കും. ശരിയല്ലേ? സപ്ലൈ കൂടില്ലേ? അപ്പൊ ഇൻപുട്ട് പ്രൈസസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻപുട്ടിൽ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ട്, ആ സാധനങ്ങൾക്ക് വില കുറവാണെങ്കിൽ സപ്ലൈ കൂടും, വില കൂടുതലാണെങ്കിൽ സപ്ലൈ കുറയും. ഓക്കെ ആണോ? നമുക്ക് ഈ കാണിച്ച എല്ലാവരും
യെസ്. അതുപോലെ യൂണിറ്റ് ടാക്സ്. ഈ ഒരു പേന വിറ്റാൽ നമുക്കത് ടാക്സ് അടയ്ക്കണം അല്ലേ? അപ്പോൾ ടാക്സ് കൂടുതലാണെങ്കിൽ നമ്മൾ വിൽക്കുന്നതിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ യൂണിറ്റ് ടാക്സ് എങ്ങനെയാണ് സപ്ലൈനെ എഫക്ട് ചെയ്യുക? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ടാക്സ് കൂടുമ്പോൾ സപ്ലൈ കുറയും, ടാക്സ് കുറയുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ ആണോ? 4 ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അറിയാത്തവരും കിട്ടാത്തവരും ഈ നോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അടുത്ത ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോ ഓഫ് സപ്ലൈ. മക്കളെ ഡിമാൻഡ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ പെട്ടെന്ന് കവർ ആയി പോവും. ഓക്കെ. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആണ് അല്ലേ? അതുപോലെ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് ഡിമാൻഡ് എപ്പോഴും ശത്രുക്കളാണ്. ഒരാൾ മുകളിലോട്ട് പോയാൽ ഒരാൾ താഴോട്ട് പോകും, ഒരാൾ താഴോട്ട് പോയാൽ ഒരാൾ മുകളിലോട്ട് പോകും. അത് പ്രൈസും ഡിമാൻഡും ആണ്. പക്ഷേ പ്രൈസും സപ്ലൈ എന്താ? ഭയങ്കര ഫ്രണ്ട്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രൈസും ഡിമാൻഡും എന്താണ്? ശത്രുക്കളാണ്. പ്രൈസും സപ്ലൈ എന്താണ്? ഫ്രണ്ട്സ് ആണ്. അവർ ഒരുമിച്ചേ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? വെൻ ദ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. വെൻ ദ പ്രൈസ് ഡിക്രീസസ് സപ്ലൈ ഓൾസോ ഡിക്രീസസ്. ക്ലിയർ ആയോ? ഒന്ന് കഴിച്ച് കാണിച്ചേ. യെസ്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ഇനി സപ്ലൈ ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും എന്ത് ചെയ്യുക? ഒരുമിച്ച് പഠിക്കുക. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സപ്ലൈ ഫംഗ്ഷൻ. ഡിമാൻഡും ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിന്റെ വിലയും അതുപോലെ സപ്ലൈയും അല്ലേ? അല്ലെങ്കിൽ സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും പറയാം കേട്ടോ. സപ്ലൈയും സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ അല്ല, പ്രൈസും സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സപ്ലൈ ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ പ്രൈസും സപ്ലൈ എന്ന് കിടക്കുന്നത് ആണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഡിമാൻഡും ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പൊ സപ്ലൈയും സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അതും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് ഈസി കാണിച്ചേ. സപ്ലൈയും സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ടെക്നോളജി, ഇൻപുട്ട് പ്രൈസ് ഒക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ഫാക്ടർ, അതാണ് കേട്ടോ. അടുത്ത ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. മക്കളെ എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈ ഓഫ് കമ്മോഡിറ്റി വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ എന്ത് വരും? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് കമ്മോഡിറ്റി വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുമ്പോൾ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഈ സപ്ലൈ മാറ്റി ഡിമാൻഡ് ആക്കിയാൽ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആയിട്ടോ. അപ്പൊ എന്താ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആര് പറയും? സെന്റൻസ് ആക്കി എന്ന് പറഞ്ഞേ. ആരെ വിളിക്കാം? ഇഷ ഒന്ന് പറഞ്ഞേടാ, നോക്കി പറഞ്ഞേടാ. ഈ സെന്റൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞേ. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് പറഞ്ഞേ. വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡും പഠിച്ചു, ഇലാസ്റ്റിസിറ്റി സപ്ലൈയും പഠിച്ചു. രണ്ടും ഒരേ സെന്റൻസിൽ പഠിക്കുക. സപ്ലൈ മാറ്റി ഡിമാൻഡ് ആക്കിയാൽ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആയി. സെറ്റ് അല്ലേ? ആയിഷ വീഡിയോ ഓണാക്കി മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ല, ഇറക്കി വിടും ഞാൻ. അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സാറേ, നെക്സ്റ്റ് ടോപ്പിക് ആണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. മക്കളെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനും, ആയുഷ് വീഡിയോ ഓണാക്കൂ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനും സെയിം ഇക്വേഷൻ ആണ്. പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി, അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. എന്താ പുറം വേദനയാണ്. ഓക്കെ മക്കൾ, ഇക്വേഷൻ ക്ലിയർ ആയല്ലോ. ഇതല്ലാതെ പെർസെൻറ്റേജ് ചേഞ്ചിൽ തരുമ്പോൾ ഈ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാൻ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതിങ്ങനെ പെർസെൻറ്റേജിൽ തരും, മനസ്സിലായോ? അതായത് 10% പ്രൈസ് കൂടിയപ്പോൾ ഇൻക്രീസ് ചെയ്തപ്പോൾ 20% സപ്ലൈ ഇൻക്രീസ് ചെയ്തു, സപ്ലൈ ഇൻക്രീസ് ചെയ്തു എങ്കിൽ ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇങ്ങനെ പറഞ്ഞാൽ പെർസെൻറ്റേജിലല്ലേ തന്നേക്കണേ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ ആണ് മുകളിൽ കേട്ടോ, പ്രൈസ് അടിയിലിറണേ. അപ്പോൾ 20/10 കണ്ടോ? അപ്പോൾ 20/10 അല്ലേ? സപ്ലൈ മുകളിൽ വരും 10, അപ്പോൾ 20/2, 10 എത്ര നമുക്ക് 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ സപ്ലൈക്ക് വരെ ഡിമാൻഡ് ചോദിച്ചാലും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അക്സ ക്ലിയർ ആയോ? യെസ്, അത് പെർസെൻറ്റേജിൽ തരുമ്പോൾ കേട്ടോ, പെർസെൻറ്റേജ് തരുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ പറയും, ഒരു സാധനത്തിന്റെ വില 10 രൂപയിൽ നിന്നും 20 രൂപയായപ്പോൾ സപ്ലൈയോ 10 കിലോഗ്രാമിൽ നിന്നും 15 കിലോഗ്രാം ആയി എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാൻ പറഞ്ഞാൽ ഈക്വേഷൻ കണ്ടോ? ഈക്വേഷൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പി എടുത്ത് എഴുതണം. പി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിലയാണ്. ആദ്യത്തെ വില എത്രയാ? 10 രൂപയിൽ നിന്ന് 20 രൂപയായില്ലേ? അപ്പൊ പി എത്രയാ വരിക? പി എത്രയാ? ഇനീഷ്യൽ പ്രൈസ് 10 രൂപ. ഡെൽറ്റ പിയോ? പിക്ക് ഉണ്ടായ മാറ്റം എത്രയാ?
10 രൂപയിൽ നിന്നും 20 രൂപയല്ലേ ആയത്. അപ്പൊ ഇപ്പോഴത്തെ വിലയിൽ നിന്നും മുമ്പത്തെ വില കുറയ്ക്കണം. അപ്പൊ 20 മൈനസ് 10 10. ഇനി ക്യൂ എത്രയാ, അളവ് എത്രയാ, 10 കിലോഗ്രാമിൽ നിന്നും 15 കിലോഗ്രാം ആയില്ലേ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ കിലോഗ്രാം എത്രയായിരുന്നു, 10 ആയിരുന്നു. ഡെൽറ്റ ക്യൂഓ 10 നിന്ന് 15 കിലോഗ്രാം ആയില്ലേ. അപ്പൊ മാറ്റം എത്രയാ, 15 മൈനസ് 10 5 കിലോഗ്രാം. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ അറിയാലോ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ 5 കിലോഗ്രാം ആണ്. അപ്പൊ 5 ബൈ ഡെൽറ്റ പി 10 ഇൻറ്റു പി ബൈ ക്യൂ 10 ബൈ 10. അപ്പൊ 5 ഇൻറ്റു 10 എത്ര, ഇങ്ങനെ ഇൻറ്റു ചെയ്യാട്ടോ, അറിയാലോ. 5 ഇൻറ്റു 10 50, 10 ഇൻറ്റു 10 100. ദി ആൻസർ ഈ 0.2 അല്ലേ വരിക, 0.5. മക്കളെ ക്ലിയർ ആയ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ വരാം. ക്ലിയർ ആയ എല്ലാവർക്കും ഓക്കെ ആണോ? ജിതിനെ ചോദിച്ചു, ഞാൻ ചോദിച്ചോടാ. ഏതാ? ഒരു സാധനത്തിന്റെ വില 10 രൂപയിൽ നിന്നും 20 രൂപയായപ്പോൾ അതിന്റെ സപ്ലൈക്ക് എന്ത് സംഭവിച്ചു, 10 കിലോഗ്രാമിൽ നിന്നും 15 കിലോഗ്രാം ആയി. ഓക്കെ അല്ലേടാ? അപ്പൊ പി എന്ന് പറഞ്ഞ ആദ്യത്തെ വില, ആദ്യം എത്ര രൂപയായിരുന്നു സാധനത്തിന്റെ വില, 10 രൂപ അല്ലേ. ഡെൽറ്റ പി ഒ പ്രൈസിന് എന്താ മാറ്റം സംഭവിച്ചത്, 10 രൂപയിൽ നിന്ന് 20 രൂപയായില്ല. അപ്പൊ എത്രയും മാറ്റം, 20 നിന്ന് 10 കുറച്ച 10. ഓക്കെ അല്ലേ ജിതിൻ? ഇനി ക്യൂ എന്ന് പറഞ്ഞ അളവാണ്. ആദ്യം എത്ര കിലോഗ്രാം വാങ്ങിയേ, 10 കിലോഗ്രാം അല്ലേ. അപ്പൊ പി ആണ് ക്വാണ്ടിറ്റി. ഡെൽറ്റ ക്യൂ ക്വാണ്ടിറ്റി ഉണ്ടായ വ്യത്യാസം എത്രയാ, 10 കിലോഗ്രാമിൽ നിന്ന് 15 കിലോഗ്രാം ആയി. എത്രയാടാ കാണിച്ച സ്ക്രീനിൽ, 10 നിന്ന് 15 കിലോഗ്രാം ആയി. അപ്പൊ എത്രയാ ചേഞ്ച്, എത്രയാ ജിതിനെ കാണിക്കട, കൈ കൊണ്ട് കാണിക്കി. എത്രയാ ചേഞ്ച് ക്വാണ്ടിറ്റി എത്രയാ, ഡെൽറ്റ ക്യൂ. അപ്പൊ ഇതൊന്നും അറിയില്ല. എത്രയാ, 5. ഓക്കെ, 5 കിട്ടി. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. ഡെൽറ്റ ക്യൂ എത്രയാ, ഡെൽറ്റ ക്യൂ 5. അപ്പൊ 5 ബൈ ഡെൽറ്റ പി എത്രയാ, 10. അപ്പൊ 5 ബൈ 10 ഇൻറ്റു പി ബൈ ക്യൂ. പി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ 10 ബൈ 10. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ജോമെട്രിക് മെത്തേഡ് ആണ്. ജോമെട്രിക് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയാണ് കാണേണ്ടത്. ഒറിജിനിൽ നിന്ന് വരയ്ക്കാൽ ഈക്വൽ ടു 1. ഒറിജിൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല മക്കളെ, അപ്പൊ ഒറിജിനും കൂടി ഒന്ന് പഠിക്കുക കേട്ടോ. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചിട്ട് ഒറിജിനിൽ നിന്ന് വരച്ചാൽ ഇലാസ്റ്റിക് സപ്ലൈ ഈക്വൽ ടു 1. തൊട്ട് ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കണമെങ്കിലോ ലാസ്റ്റ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇവിടെ നിന്ന് വരയ്ക്കണമെങ്കിൽ ലാസ്റ്റ് ലെസ് ദാൻ 1. ഓക്കെ, ഫിഗർ ക്ലിയർ ആയോ? ഗീഷി കാണിച്ച്. 0ക്ക് ഫ്രണ്ടിൽ നിന്ന് വരച്ചാൽ 1നേക്കാൾ കൂടുതൽ, കറക്റ്റ് ഒറിജിനിൽ നിന്ന് വരയ്ക്കാൽ ഈക്വൽ ടു 1, ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ലെസ് ദാൻ 1. ഓക്കെ ആണോ? ഒന്ന് ഉഷാറായിട്ട് ഗീഷി കാണിച്ച് കൈത്തെ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ജോമെട്രിക് മെത്തേഡ് കഴിഞ്ഞു. കൃഷ്ണപ്രിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി 5 ഡിഗ്രീസ് ആണ്. 5 ഡിഗ്രീസിന്റെ പേരെങ്കിലും പഠിച്ചു വെക്കുക അറ്റ്ലീസ്റ്റ്. ഇതങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അത്ര വലിയ വൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടല്ല കിടക്കണേ. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിക്കുക. സപ്ലൈ അങ്ങനെ കിടക്കുന്നില്ല. നല്ല ജസ്റ്റ് നോട്ട് ചെയ്യുക കേട്ടോ, ഫിഗറുകൾ നോട്ട് ചെയ്യുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഒന്ന് വേഗത്തിൽ എന്ന് പറയാം. സാറേ കാണിച്ച ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും വരും, നന്നായി പഠിച്ചിട്ട് പോവാം. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? യെസ്, TR AR MR കാണാൻ മനസ്സിലായല്ലോ. യെസ്, ഇത് സപ്ലൈ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ, പ്രൈസ് ഇലാസ്റ്റിക് സപ്ലൈയുടെ പ്രോബ്ലം പഠിക്കുക, ബ്രേക്ക് ഇവൻ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? മൈക്രോയിലെ 4th ചാപ്റ്റർ. ഇനി മൈക്രോയിലെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. സാർ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അത് കൂടാണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. യെസ്, നമ്മളോട് പറഞ്ഞാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു പ്രോബ്ലം ആണ്. 10 രൂപയിൽ നിന്ന് 20 രൂപയായപ്പോൾ 100 കിലോഗ്രാമിൽ നിന്ന് 150 യൂണിറ്റ് ആയി. ഇലാസ്റ്റിസിറ്റി കാണാം. അറിയാലോ, ഞാൻ നേരത്തെ ചെയ്ത പ്രോബ്ലം ഇല്ലേ ഇതിനെ? ആ സെയിം പ്രോബ്ലം ആണ് ചെയ്യാൻ പറഞ്ഞേക്കണത്. എല്ലാവർക്കും ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മൈക്രോയിലെ ലാസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഈക്വിലിബ്രിയം. മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ് പറയാൻ പോണത്. നമുക്ക് നോക്കാം മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്തൊക്കെയാ നോക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ് മക്കളെ, ആരും സ്കിപ്പ് ചെയ്യരുത് ഈ ചാപ്റ്റർ കേട്ടോ. വെരി വെരി ഈസി ചാപ്റ്റർ ആണ്. മാർക്കറ്റ് ഈക്വിലിബ്രിയം. മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് എപ്പോഴും ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. അറിയാലോ, ഡിമാൻഡ് കർവ് എപ്പോഴും ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരുന്ന ഡിമാൻഡ് കർവ്.
ഇങ്ങനെ വരയ്ക്കുന്നതാണ് സപ്ലൈ കർവ്. മനസ്സിലായോ? അപ്പൊ ഡിമാൻഡും സപ്ലൈ ഒരു ഇൻഡ്യൂഡാ, ഇങ്ങനെ ഒരു ഇൻഡ്യൂഡാ. എന്നിട്ട് ആ ഇൻഡ്യൂട്ടിട്ട് നടുക്കുള്ള പോയിന്റിൽ അതാണ് ഈക്വിലിബ്രിയം. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. വാട്ട് ഈസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം? മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ ആർ ഈക്വൽ. കണ്ടോ? മാർക്കറ്റിലെ ഡിമാൻഡും മാർക്കറ്റിലെ സപ്ലൈയും തുല്യമാകുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. അപ്പൊ അവിടെ വരുന്ന പ്രൈസിലെ കണ്ടോ, അവിടെ വരുന്ന പ്രൈസ് കണ്ടോ, പി സ്റ്റാർ, ദാറ്റ് ഈസ് ഈക്വിലിബ്രിയം പ്രൈസ്. അവിടെ വരുന്ന ക്വാണ്ടിറ്റി കണ്ടോ, അതാണ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ക്യൂ സ്റ്റാർ. ക്ലിയർ ആയോ? പി സ്റ്റാറും ക്യൂ സ്റ്റാറും ക്ലിയർ ആയോ? ഒന്ന് കൈവശി കാണിച്ച ശ്രീമലെ ക്ലിയർ ആയോ? എന്താ മാർക്കറ്റ് ഈക്വിലിബ്രിയം? ശ്രീമൽ എന്ന് പറഞ്ഞേ, വാട്ട് ഈസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം? വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ ഒക്കെ വേണമെങ്കിൽ വരച്ച് വെക്കാട്ടോ, വെറുതെ ഒരു ഇൻഡ് വരച്ചാൽ പോരെ, സിമ്പിൾ അല്ലേ? ഇതാണ് ഈക്വിലിബ്രിയം. ഓക്കെ, എല്ലാവർക്കും മാർക്കറ്റ് ഈക്വിലിബ്രിയം ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. പ്രോബ്ലം ഉണ്ട്, ഇതിനകത്തൊരു കുഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. യെസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസും. മക്കളെ ഇത് ഉറപ്പാണ് നാളത്തെ എക്സാമിന് കേട്ടോ. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരെണ്ണം വരും, ഷുവർ ആയിട്ടും വരും. അപ്പൊ പഠിക്കാതെ പോകരുത്, സിമ്പിൾ ആണ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ വില പരിധിയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? ഇത് കൺസ്യൂമറിന് വേണ്ടിയിട്ടാ, ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആണ് പ്രൈസ് സീലിംഗ്. മാറിപ്പോവരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കണ്ടോ? അതായത് മാർക്കറ്റിൽ അപ്പർ പ്രൈസ് വരുമ്പോൾ, അതായത് പ്രൈസ് കൂടുതൽ വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കൺസ്യൂമറിനെ, അതായത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? പ്രൈസ് കുറച്ച് കുറയ്ക്കും. ആ പ്രൈസിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയാ, വില പരിധി. ക്ലിയർ ആയോ? എത്തിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൈവിശിക്കേ. അപ്പൊ ഡിമാൻഡ് കർവ് വരയ്ക്കുക, സപ്ലൈ കർവ് വരയ്ക്കുക. ഇതിനോട് കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. നോക്കി നിങ്ങൾ എല്ലാവരും ഫിഗർ വരയ്ക്കാൻ പറയുമ്പോൾ ഫിഗർ വരയ്ക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. കണ്ടോ? അപ്പൊ ഇതാണ് ഡിമാൻഡ് കർവ്, ഇതാണ് ഡിമാൻഡ് കർവ്, ഇതാണ് സപ്ലൈ കർവ്. കണ്ടോ? അപ്പൊ ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ കർവ്. ഇത് കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് മാർക്കറ്റിലെ വില, ഈക്വിലിബ്രിയം. മനസ്സിലായോ? ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസും ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ഈ വില ഭയങ്കര ഹൈ പ്രൈസ് മാർക്കറ്റിൽ. ഇത് സാധാരണ ജനങ്ങൾക്ക് അത് അഫോർഡബിൾ അല്ല. സോ ഗവൺമെന്റ് ഇടപെട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന സപ്ലൈക്കോ വഴിയും റേഷൻ കടകൾ വഴിയൊക്കെ വില കുറച്ച് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ പ്രൈസ് കുറയില്ലേ? ഇതാണ് പി സി. പി സി എന്ന് പറഞ്ഞാൽ പ്രൈസ് സീലിംഗ് ആണ്. മനസ്സിലായോ മക്കളെ? ഇതാണ് അതിന്റെ ഫിഗർ. സിമ്പിൾ ആണ് ഫിഗർ. ക്ലിയർ ആയോ? കൈവശി കാണിച്ച എല്ലാവരും. അപ്പൊ പ്രൈസിനേക്കാൾ കുറച്ച് താഴെ മാർക്ക് ചെയ്യണം, അതാണ് പ്രൈസ് സീലിംഗ് കേട്ടോ. അപ്പൊ ഇത് എന്തിനു കാരണമാകും? ഈ ഗ്യാപ്പ് എന്താ? എക്സസ് ഡിമാൻഡിന് കാരണമാകും. ഇത് എന്തിനു കാരണമാകും? എക്സസ് ഡിമാൻഡ്. ഡിമാൻഡ് കൂടാൻ കാരണമാകും. വില കുറച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ കുറെ പേര് വരില്ലേ വാങ്ങാൻ. അപ്പൊ ഡിമാൻഡ് ഉണ്ട്, പക്ഷെ സപ്ലൈ ഇല്ല. എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം ഉണ്ടാ സപ്ലൈക്കോയിലും റേഷൻ കടകളിലും? ഇല്ല. സോ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഇല്ല. അപ്പൊ എക്സസ് ഡിമാൻഡ് കാരണമാകും. ക്ലിയർ ആയോ? കൈവിശി കാണിച്ച എല്ലാവരും. യെസ്. ഇത് സാധാരണ ഷുഗർ, റൈസ്, കെറോസിനൊക്കെ ഇല്ലേ? അതായത് അരി, പഞ്ചസാര, മണ്ണെണ്ണ കേട്ടിട്ടില്ലേ? റേഷൻ കടകളിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും അത് പ്രൈസ് സീലിംഗിൽ വരുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും പ്രൈസ് സീലിംഗ് ഡൗട്ട് ഉണ്ടെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തോളൂ. നിരഞ്ജനല്ലേ ഇന്ന്? മോനെ ആകാശ് ചന്ദ്ര ക്ലിയർ ആയോടെ? നാളത്തെ പരീക്ഷ കസറാണട്ടോ എല്ലാവരും. രോഹിത് ഇല്ല, ഇല്ല, രോഹിത്തും ഇല്ല. മക്കൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? രോഹിത്തെ പ്രൈസ് സീലിംഗ് ക്ലിയർ ആയോ മോനെ? ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, പ്രൈസ് സീലിംഗ് പഠിച്ച മക്കളെ നമുക്ക് ഫ്ലോർ പ്രൈസ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫ്ലോർ പ്രൈസ് കാണിച്ചു സാറേ. അതിന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് പറയുന്നുണ്ട്. ജസ്റ്റ് ഓൾറെഡി നമ്മൾ അടുത്ത് കാണിച്ച്. നെക്സ്റ്റ് 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 ഇതില് തൊട്ട് മുമ്പത്തെ ഈ പ്രൈസ് സീലിങ്ങിന്റെ കോസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ ഈ 3 പോയിന്റ് പഠിച്ചു വെക്കുക. ഇങ്ങനെ പ്രൈസ് സീലിംഗ് വില കുറച്ച് കൊടുക്കുമ്പോൾ അത് എന്തിനൊക്കെ കാരണമാകും? റേഷൻ കടകളിൽ ലോങ് ക്യൂ വരാൻ കാരണമല്ല, കുറെ പേരൊക്കെ ക്യൂ നിന്ന് അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരിഞ്ചന്ത. അതായത് റേഷൻ കടക്കാർ ചിലപ്പോൾ ഇപ്പൊ അരുൺ സാറിന് ചിലപ്പോൾ ഈ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കാനൊന്നും താല്പര്യമില്ല. കാരണം ആൾ ഭയങ്കര ഹൈലി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉള്ള ഒരാളാണ്. മനസ്സിലായോ? അപ്പൊ ഈ റേഷൻ കടകള് നമ്മുടെ അരുൺ സാറോടെ വന്ന് നിൽക്കണ്ടേ? അപ്പൊ ഈ റേഷൻ കടയിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് ഈ കന്നാസും അതുപോലെ ഈ സഞ്ചൊന്നും പിടിച്ച് നിൽക്കാൻ ആൾക്ക് താല്പര്യമില്ല. അപ്പൊ ആളെന്ത് ചെയ്യും? ആള് റേഷൻ കടയിൽ പോവാറേ ഇല്ല. ആള് വലിയ വലിയ ലുലു മാളിലോ അവിടേക്ക് പോയിരുന്ന അരി സാധനങ്ങളും പഞ്ചസാരയൊക്കെ വാങ്ങണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഹരി ഉണ്ടല്ലോ ആ റേഷൻ കടകളിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു എന്തുണ്ട് അരിയും പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ, ആളുടെ പേരിലുള്ള അരിയും പഞ്ചസാരയും. ഇതെന്ത് ചെയ്യും? കടക്കാരൻ എന്ത് ചെയ്യും? ചിലപ്പോൾ മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കും. അതിനെയാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുക, കരിഞ്ചന്ത. മനസ്സിലായോ? അതായത് വില കുറഞ്ഞ സാധനം
നമ്മൾ മാർക്കറ്റിൽ കുറച്ച് വില കൂട്ടി ഒറിജിനൽ പ്രൈസിന് വിൽക്കുന്നതിനെയാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ് പറയുക. കത്തിയോ അത് വീശി കാണിച്ചെല്ലാവരും. ഡ്യുവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സാധനം തന്നെ രണ്ട് മാർക്കറ്റിൽ രണ്ട് വില. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചക്കക്കുരുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ചക്കക്കുരു നമുക്ക് നാട്ടിലൊന്നും വിലയില്ല, പക്ഷെ നമുക്ക് എന്ത് ആ സെയിം സാധനം ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയി ഭയങ്കര പ്രൈസ് ആണ് അല്ലേ. അങ്ങനെ മിക്ക സാധനങ്ങൾ അങ്ങനെയാണ്. മനസ്സിലായി? കപ്പ, അതുപോലെ തന്നെ ഈ ജാക്ക് ഫ്രൂട്ട്, ചക്ക, ഈ സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ വില കുറവായിരിക്കും, പക്ഷെ ആ സെയിം സാധനം തന്നെ വേറെ മാർക്കറ്റിൽ എന്തായിരിക്കും വില കൂടുതലായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസിന് ഒരേ സാധനം വിറ്റാൽ അതാണ് ഡ്യുവൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? വീശി കാണിച്ചു എല്ലാവരും. ഓക്കെ, സെറ്റ്. അടുത്താണ് ഫ്ലോർ പ്രൈസ്. മക്കളെ ഫ്ലോർ പ്രൈസ് പഠിക്കാൻ സിമ്പിളാ. ഇതേ ഡയഗ്രം തന്നെ പോലെ വരച്ചാൽ മതി. ഇതേ ഡയഗ്രം പോലെ തന്നെ വരയ്ക്കാം. പക്ഷെ എന്ത് ചെയ്യാ? എന്ത് ചെയ്യാ? നോക്കി, നിങ്ങൾ ഡയഗ്രം നോക്കി. ഡിമാൻഡ് വരയ്ക്കുക, സപ്ലൈ വരയ്ക്കുക. കണ്ടോ? ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസ്. ഇനി പ്രൈസ് ഇവിടെ കുറച്ച് കൊടുത്തത് പ്രൈസ് സീലിംഗ്, കൂട്ടി കൊടുക്കുന്നതാണ് എന്തോന്ന്? ഫ്ലോർ പ്രൈസ്. സെറ്റ് അല്ലേ? PF എന്ന് വേണമെങ്കിൽ കൊടുക്കാം. PF എന്ന് പറഞ്ഞാൽ ഫ്ലോർ പ്രൈസ്. ഇത് ഡിമാൻഡ്, സപ്ലൈ. ഫിഗർ മാറിപ്പോ വരുന്നത് കേട്ടോ. മുകളിലോട്ട് വരയ്ക്കുന്നത് ഫ്ലോർ പ്രൈസ്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ? നമ്മുടെ കർഷകരൊക്കെ ഉണ്ടല്ലോ, കർഷകർക്കും പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കഷ്ടപ്പെട്ട് ഈ വാഴ കൃഷി ചെയ്തു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എന്തെങ്കിലും കൃഷി, വെജിറ്റബിൾ കൃഷി ചെയ്തു, എല്ലാം കൃഷിയും കഴിഞ്ഞ് വിളവെടുക്കുന്ന സമയമായപ്പോഴോ സാധനങ്ങളുടെ വില ഇടിഞ്ഞു. ഈ പച്ചക്കറിയുടെ ഒക്കെ വില ഇടിയുമ്പോഴേ കർഷക ആത്മഹത്യക്ക് ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ കർഷക ആത്മഹത്യ തടയാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെട്ട് എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലേ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു താങ്ങുവില പ്രഖ്യാപിക്കും. അതായത് അവർക്ക് ചിലവായ പൈസകൾ അവർക്ക് വാങ്ങിക്കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർ നാളെ തൊട്ട് കൃഷിയിലോട്ട് ഇറങ്ങില്ലല്ലോ. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഫിക്സ് ചെയ്യുന്ന പ്രൈസ്. അപ്പൊ മാർക്കറ്റിൽ വില ഇടിയും, വില വളരെ കുറവാ. ആ വിലയ്ക്ക് കർഷകർ വിറ്റാൽ അവർക്ക് നഷ്ടമായിരിക്കും. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി വില കൂട്ടും. അതാണ് ഫ്ലോർ പ്രൈസ്, തറവില. ക്ലിയർ ആയോ? കത്തിയോ? യെസ്. അപ്പൊ പ്രൊഡ്യൂസറിന് വേണ്ടിയുള്ളത് പ്രൈസ് സീലിംഗ് അല്ല, കൺസ്യൂമറിന് വേണ്ടിയത് പ്രൈസ് സീലിംഗ്, പ്രൊഡ്യൂസറിന് വേണ്ടിയത് ഫ്ലോർ പ്രൈസ്. കേട്ടോ, ഓർത്ത് വെക്കുക. പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടാണ് PF. കേട്ടോ, ഓർത്ത് വെക്കുക. പ്രൊഡ്യൂസർ, ഫ്ലോർ പ്രൈസ്. മറ്റേതെന്താ? പ്രൈസ് സീലിംഗ് ആണ്. പ്രൈസ് സീലിംഗ് ആണ്. പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാ? കൺസ്യൂമറിന് വേണ്ടിയിട്ടാ. CC ഓർത്ത്, CC എന്ന് ഓർത്ത് വെച്ചാൽ മതി. കൺസ്യൂമർ സീലിംഗ്. കേട്ടോ, കൺസ്യൂമർ സീലിംഗ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? PF, പ്രൊഡ്യൂസർ, ഫ്ലോർ. ഓക്കെ അല്ലേ? കേശിക്ക്. യെസ്. ഓക്കെ. അപ്പോൾ ഈ തൊട്ടുമ്പത്തെ കാണിച്ചു. ഇനി ഇതിനകത്തൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം കാണിച്ചു തരാം. തൊട്ടുമ്പത്തെ ഇതിൽ ഡിമാൻഡിന് സപ്ലൈക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. തൊട്ടുമ്പത്തെ കാണിച്ചു തരാം. സൈമൾട്ടേനിയസ് എഫക്റ്റ് ഒക്കെയാണ്. അതായത് ഡിമാൻഡ് സെയിമും സപ്ലൈയും കുറഞ്ഞാൽ ഈക്വിലിബ്രിയം പ്രൈസ് കൂടും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും. അതുപോലെ ഈ ഫിഗറുകളൊന്നും ജസ്റ്റ് നോട്ടിൽ തന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുക. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചോദിക്കാം, വരാതിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മേ ബി ചോദിക്കാം. ഓക്കെ സാറേ, അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ചാപ്റ്ററിലെ. അടിച്ചോളൂ ലാസ്റ്റ്. മകളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈക്വിലിബ്രിയം പ്രൈസും ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. എന്റെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. ഞാൻ കാണിച്ചു തരാം, പ്രോബ്ലം കാണിച്ചു തരാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ, പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ്. ഈ പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ് ഉറപ്പ്, 100% ഉറപ്പാണ് ആ ക്വസ്റ്റ്യൻ. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ. അടുത്തതിൽ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതും വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ എല്ലാവരും. ഇഫ് QD is equal to 200 minus P, 200 minus P, QS is equal to 120 plus P. സാർ ഇത് പ്ലെയിൻ ആക്കൂ. QD is equal to 200 minus P, QS is equal to 120 plus P. Find equilibrium price, equilibrium quantity. Find equilibrium price, equilibrium quantity. ചോദിക്കാറുണ്ട്. ബി ക്വസ്റ്റ്യൻ ഡ്രോ ദ ഡയഗ്രാം. അങ്ങനെയും വരും. ഡയഗ്രാം വരയ്ക്കാം. ഇതെങ്ങനെ കാണാം? ആര് പറയും? സാർ ആരെ വിളിക്കാം? ശ്രീദേവി അറിയോടാ? ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥടാ? എന്താ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞ? സൗണ്ട് ഇല്ലേ? പറയൂ. പറഞ്ഞോ. സെയിം ആ. വെരി ഗുഡ്, വെരി ഗുഡ് മക്കളെ. അപ്പൊ ED is equal to ES ഇട്ട് കൊടുക്കുക. ഈക്വിലിബ്രിയം ഡിമാൻഡും അല്ല, QD is equal to QS എന്ന് പറഞ്ഞിട്ട് എടുക്കുക. QD is equal to QS. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും തുല്യമാകുന്ന പോയിന്റ് ആണ് എന്തോന്ന്? ഈക്വിലിബ്രിയം. നിങ്ങൾക്ക് അറിയാലോ, ഡിമാൻഡ് സപ്ലൈ തുല്യമാകുന്ന പോയിന്റ് അറിയില്ല, നമ്മൾ വരച്ചില്ല. ഡിമാൻഡ് സപ്ലൈ അല്ലെ, രണ്ട് ഈക്വൽ ആകുന്ന പോയിന്റാണ് ഈക്വിലിബ്രിയം. അപ്പൊ QD is equal to QS. ഇവിടെ QD എത്രയാ? 200 മൈനസ് P അല്ലെ. QSO 120 പ്ലസ് P. ഓക്കെ ആണെങ്കിൽ നമുക്ക് വീശി കാണിച്ച എല്ലാവരും. QDയും QSും തുല്യമാകുന്ന പോയിന്റ് അല്ലേ ഈക്വിലിബ്രിയം. അപ്പൊ QD നമുക്ക് തന്നിട്ട് എടുത്ത് എഴുതി, QS എഴുതി. ഓക്കെ അല്ലെ. ഇനി നിങ്ങൾ ഇതിലോട്ട് നോക്കണ്ട.
ഇനി മൈനസിനെ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം, നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നമ്പറുകളൊക്കെ ഈ സൈഡിൽ ചെയ്യാം. 200 ഓൾറെഡി ഉണ്ട്, അപ്പൊ ആ നമ്പർ ആദ്യം എഴുതി. ഇനി ഇവിടെയുള്ള 120 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് -120 ആവും. ഓക്കെ അല്ലേ? +120 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. ഇനി ഓൾറെഡി ഇവിടെ ഒരു പി ഉണ്ട്, ഇനി -P അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞില്ല, അപ്പൊ +P ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 200 നിന്ന് 120 പോയാൽ 80. P + P 2P, അതായത് 2P = 80. Therefore P = എന്ത് വരും? 80/2. എത്ര കിട്ടി നമുക്ക്? 40. ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ചേ. അപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് ആണ് 40. ഈക്വിലിബ്രിയം ഇത് വരാറുണ്ട് കേട്ടോ പ്രോബ്ലം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈക്വിലിബ്രിയം പ്രൈസ് 40. ഇനി ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ വളരെ സിമ്പിളാ. ഈക്വേഷനിലോ പിയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുത്താൽ മതി? 40 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. QD 200 - 40 എത്രയാ? 160. ഇനി അടിയിലത്തെ ഇട്ട് കൊടുക്കണമെങ്കിലോ 120 + P അല്ലേ? സോ 120 + 40 എത്രയാ? 160. ഏതിലിട്ട് കൊടുത്താലും നമുക്ക് സെയിം ആൻസർ കിട്ടാം. മനസ്സിലായോ? അപ്പൊ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ്? 120 യൂണിറ്റ്. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീശി കാണിച്ച എല്ലാവരും. അപ്പൊ ഇങ്ങനൊരു പ്രോബ്ലം തന്നിട്ട് എന്ത് കാണാൻ പറഞ്ഞാൽ? ഈക്വിലിബ്രിയം പ്രൈസ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ശ്രീമല ഓക്കെ അല്ലേ? 200 - P = 120 + P. ഈ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ മൈനസ് പ്ലസ് ആയിട്ട് കിട്ടും. അപ്പൊ പിയും പിയും കൂടി കൂട്ടിയാൽ 2P. അപ്പൊ 2P = 80. P = 80/2 40 എന്ന് കിട്ടും. അതാണ് ഈക്വിലിബ്രിയം പ്രൈസ്. സെറ്റ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ തരും കേട്ടോ. പ്രൈസ് ഇതായി ബന്ധപ്പെട്ടതല്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ്, ക്വാണ്ടിറ്റി സപ്ലൈ. നിങ്ങൾ പറയാണ് 10, 20, 30, 40, 50. ഡിമാൻഡ് ആണെങ്കിൽ നമുക്കറിയാം വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയല്ലേ ചെയ്യാം, ഇത് കൂടാ ചെയ്യാം അല്ലേ? യെസ്. ഇതിലേതാ ഈക്വിലിബ്രിയം? ആര് പറയും? ഇതിലേതാ ഈക്വിലിബ്രിയം? ഈക്വിലിബ്രിയം പ്രൈസ് എത്ര? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്ര? ആര് പറയും? റൈസ് ഹാൻഡ് ചെയ്തേ. ആരെ വിളിക്കാം? നൂയിനെ പറയടാ. ഇതിലേതാണ് ഈക്വിലിബ്രിയം? കേട്ടില്ല. ഈക്വിലിബ്രിയം പ്രൈസ് ആണ് 30 അല്ലെ? ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഡിമാൻഡ് സപ്ലൈ തുല്യമാവുന്ന പോയിന്റ് അല്ലെ? ഡിമാൻഡ് 3 ആണ്, സപ്ലൈ 3 ആണ്. അപ്പോൾ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ് 3, ഈക്വിലിബ്രിയം പ്രൈസ് ആണ് 30. മക്കളെ ക്ലിയർ ആണോ? വീശി കാണിച്ചെല്ലാവരും. പ്രൈസ് 30 കേട്ടോ, ക്വാണ്ടിറ്റി 3 ആണ്. യെസ്. ഇതൊരു ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞ ഇങ്ങനെ വരയ്ക്കുക, ഡിമാൻഡ് വരയ്ക്കുക, സപ്ലൈ വരയ്ക്കുക, കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഇത് 30, ഇത് 3. എന്ത് സിമ്പിളാ നോക്കിക്കേ. അപ്പൊ ഇതിന്റെ ഡയഗ്രം എങ്ങനെ വരയ്ക്കുക? ഇതിൽ നമുക്ക് പ്രൈസ് 40 അല്ലേ കിട്ടിയത്? അപ്പൊ പ്രൈസ് 40 കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിമാൻഡ് കർവ് ഇങ്ങനെ വരയ്ക്കുക, സപ്ലൈ കർവ് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കൂട്ടിമുട്ടി പോയിന്റ്. ഇതല്ലേ ഈക്വിലിബ്രിയം പ്രൈസ്? 40 അല്ലേ കിട്ടിയത്? അപ്പൊ ഇവിടെ 40 മാർക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി 160 മാർക്ക് ചെയ്യുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിഷ? ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ അത്? അപ്പോൾ പ്രോബ്ലം ചെയ്തിട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആർക്കെങ്കിലും ഈ ചാപ്റ്ററിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോടാ? അന്ന ഹസൻ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അക്സ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു ഈ ചാപ്റ്ററിൽ. എല്ലാവർക്കും ഓക്കെ സെറ്റ് അല്ലേ? അപ്പൊ ഒരു ബ്രേക്ക് എടുത്തോളൂ നിങ്ങൾ കേട്ടോ, ഒരു 5 minutes ബ്രേക്ക് എടുത്തോളൂ. മൈക്രോയിലെ 2 ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. 3rd ഉം 4th ആണ് നമുക്ക് ഇനി സെക്കൻഡ് ടേമിലുള്ളത്. അത് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിലെ പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സാറെ കാണിച്ചു. നമുക്ക് ആദ്യം 4 ആദ്യം ഡിസ്കസ്. 4 ഒരു കുഞ്ഞൊരു ചാപ്റ്റർ ആണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അതിൽ എക്സാൻഡും എക്സ്പോസ്റ്റും ഒന്ന് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. സാറെ കാണിച്ചു. എക്സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യില്ലേ, അതാണ് എക്സാൻഡ് എന്ന് പറഞ്ഞാൽ. പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഓൾറെഡി സംഭവിച്ച കാര്യത്തിനെയാണ് എക്സ്പോസ്ഡ് എന്ന് പറയുക കേട്ടോ. അപ്പൊ എക്സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുക, എക്സ്പോസ് പറഞ്ഞാൽ ആക്ച്വലി സംഭവിച്ചത്. നമ്മളിപ്പോൾ അടുത്ത മാസം ഒരു 1000 സൈക്കിൾ വിൽക്കാം എന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ 1000 സൈക്കിൾ വിൽക്കാൻ പറ്റിയില്ല, 900 സൈക്കിളെ വിൽക്കാൻ പറ്റിയുള്ളൂ. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ എക്സാൻഡ്, 900 എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ്. ക്ലിയർ ആയോ? കത്തിയോ? ഐവിശി കാണിച്ച എക്സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസൂത്രണം ചെയ്യുക, മറ്റേത് ഓൾറെഡി സംഭവിക്കുന്നതാണ് എക്സ്പോസ്ഡ്. സാറേ നെക്സ്റ്റ് MPC MPS. മക്കളെ ഇത് നന്നായിട്ട് പഠിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. MPC MPS എന്താണെന്ന് ആദ്യം പഠിക്കുക. ഈ MPC എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാമോ? MPC എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? MPC ആർക്കെങ്കിലും പറയാമെങ്കിൽ റീസെന്റ് ചെയ്തേ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ, ആർക്കെങ്കിലും പറയാമോ?
സെന്റൻസ് ആക്കി പറഞ്ഞേ. MPC കാണുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി, പിന്നെ സെന്റൻസ് ആക്കി നമുക്ക് എഴുതാം. നോക്കേ എന്താ അതി എന്ന് പറയടാ. ഈ ഇക്വേഷൻ തന്നെ സെന്റൻസ് ആക്കി പറഞ്ഞേ. MPC എന്ന് പറഞ്ഞ എന്താ? പറഞ്ഞോടാ, വേഗം പറയ. ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ കൺസംഷൻ, അങ്ങനെയല്ലേ? ഡെൽറ്റ ഇല്ലേ, ഡെൽറ്റ. ഓക്കെ മക്കളെ നോക്കുക, ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം, അങ്ങനെ പറയാം. അതായത് കൺസംഷനിലുണ്ടായ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ ചേഞ്ച് എന്നാണ്, മാറ്റം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ കൺസംഷനിലുണ്ടായ മാറ്റവും വൈ എന്ന് പറയുന്ന ഇൻകം ആണ്, എക്കണോമിക്സിൽ വൈ എന്ന് പറയുന്ന ഇൻകം ആണ്. അപ്പൊ കൺസംഷനിലുണ്ടായ മാറ്റവും ഇൻകത്തിലുണ്ടായ മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് MPC. ക്ലിയർ ആയോ? കൈവശി കാണിച്ച MPC ക്ലിയർ ആണെങ്കിൽ യെസ്. അപ്പൊ MPS എന്താ അതിരാ? MPS കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ അല്ലേ? അപ്പൊ ഇങ്ങനെ പറയാം നമുക്ക് സെന്റൻസ് ആക്കി. വെരി ഗുഡ്. ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സേവിങ്സ് ടു ചേഞ്ച് ഇൻ ഇൻകം, സേവിങ്സിലുണ്ടായ മാറ്റവും ഇൻകത്തിലുണ്ടായ മാറ്റവും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ് MPS. കണ്ടോ, ഇക്വേഷൻ പഠിച്ച സെന്റൻസ് ആക്കി എഴുതാം. MPCയും MPSഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. മനസ്സിലായോ? MPC പ്ലസ് MPS ഇസ് ഈക്വൽ ടു 1 ആണ്. MPC പ്ലസ് MPS ഈക്വൽ ടു 1. അപ്പൊ MPC നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു മക്കളെ. MPC ഇസ് ഈക്വൽ ടു 0.2 ആണ്. ഫൈൻഡ് MPS അങ്ങനെ ചോദിച്ചാൽ 1 മാർക്കിന് ചിലപ്പോൾ വരാട്ടോ, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ MPS എങ്ങനെ കാണാം? ആരെ വിളിക്കാം? ആരാണ്? പറഞ്ഞ എങ്ങനെ കാണാം MPS? MPC വന്നിട്ടുണ്ട്. അപ്പൊ MPS എങ്ങനെ കാണാം? 1 മൈനസ് MPC. മക്കളെ MPC എന്ന MPS കാണാൻ പറഞ്ഞാൽ 1 MPC കുറയ്ക്കുക. ഇനി MPS തന്നിട്ട് MPC കാണാൻ പറഞ്ഞാൽ 1 MPS കുറയ്ക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം? 1 മൈനസ് 0.2, ദ ആൻസർ ഈസ് 0.8. ക്ലിയർ ആയോ? കത്തിങ്ങനെ കൈവശി കാണിച്ച എല്ലാവരും ഏതെങ്കിലും ഒന്ന് തരും, എന്നിട്ട് മറ്റേത് കാണാൻ പറഞ്ഞ് എന്ത് ചെയ്യുക? 1 അത് കുറയ്ക്കുക. ഇനി MPS എന്നിട്ട് MPC കാണാൻ പറഞ്ഞാൽ അപ്പൊ 1 MPS കുറച്ചാൽ MPC കിട്ടും. കത്തിയോ? സെറ്റ് അല്ലേ? കൈവശി കാണിച്ച എല്ലാവരും ശ്രീമൽ. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണ്ട ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ് ഇൻക്രീസസ് ഫ്രം 100 to 120. ഇൻകം 100 രൂപയിൽ നിന്നും എത്രയായി? 120 രൂപയായി. കൺസംഷനോ 80 നിന്നും 95. ഇതിനൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. MPSന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ 100 രൂപയിൽ നിന്നും ഇൻകം എന്ന് പറയുക Y ആണ്, കൺസംഷൻ പറയുക C ആണേ. ഇൻകം 100 രൂപയിൽ നിന്ന് 120 രൂപയായി. അപ്പൊ 100ൽ നിന്ന് 120 ആയി. അപ്പൊ സിയോ കൺസംഷനോ 80ൽ നിന്ന് 95 ആയി. എങ്കിൽ MPC കാണാൻ പറഞ്ഞിട്ടുണ്ട്. MPC കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y ആണ് അല്ലെ? സിയിലുണ്ടായ മാറ്റവും വൈയിലുണ്ടായ മാറ്റവും. സിയിൽ എന്ത് മാറ്റം ഉണ്ടായി? കൺസംഷൻ 80 രൂപയിൽ നിന്ന് 95 ആയില്ലേ? അപ്പൊ 95ന്ന് 80 കുറയ്ക്കുക, അപ്പൊ മാറ്റം കിട്ടും അല്ലെ? അതുപോലെ വയ്യോ 100ൽ നിന്ന് 120 ആയില്ലേ? അപ്പൊ 120ൽ നിന്നും 100 കുറയ്ക്കുക. അപ്പൊ 95ൽ നിന്നും 80 പോയാൽ 15, 120 100 പോയാൽ എത്ര വരിക? 20. അപ്പൊ 15/20 എത്രയാ? 15/20. ദി ആൻസർ ഈസ് 0.75. അപ്പൊ MPC നമുക്ക് 0.75 കിട്ടി. കത്തിയോ? കത്തിയെങ്കിലും കഴിച്ച് കാണിച്ചെല്ലാവരും ഓക്കെ അല്ലേ ജിതിനെ? അപ്പൊ കൺസംഷൻ എത്രയായി? 80ൽ നിന്ന് 95 ആയി. ഇൻകം 100 രൂപയിൽ നിന്ന് 120 ആയി. അപ്പൊ കൺസംഷനിലുണ്ടായ മാറ്റം എത്രയാ? ചേഞ്ച് എത്രയാ? 15. ഇൻകത്തിൽ 20 മാറ്റം വന്നു. അപ്പൊ 15/20 0.75 ആണ് ആൻസർ കേട്ടോ. അപ്പൊ MPC 0.75. മക്കളെ MPC കിട്ടിയാൽ പിന്നെ MPS കാണാൻ എന്ത് ചെയ്താൽ മതി? 1ന്ന് MPC കുറച്ചാൽ പോരെ? അപ്പൊ 1ൽ നിന്നും 0.75 കുറച്ചാൽ 0.25 ആണ് കേട്ടോ വരിക. 0.25 അതാണ് നമ്മുടെ MPS. കത്തിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? കൈവശിക്കേ. യെസ്. ഇനി സേവിങ്സ് കാണാൻ പറഞ്ഞാലോ? സേവിങ്സ് കാണാൻ പറഞ്ഞ എന്ത് ചെയ്യണം? യെസ്, 100ൽ നിന്നും 80 രൂപ ചെലവാക്കി. അപ്പൊ സേവിങ്സ് എത്രയാ? 20 രൂപ. 120ൽ 95 രൂപ ചെലവാക്കി. അപ്പൊ എത്ര സേവിങ്സ്? 25 രൂപ. കണ്ടോ? അപ്പൊ അങ്ങനെ വെച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ വെച്ച് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഡെൽറ്റ എസ് എടുത്ത് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് വിഷയം കാണിച്ചേ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ ആണ് മക്കളെ. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ ഈസ് നോൺ ആസ് കൺസംഷൻ ഫംഗ്ഷൻ. മക്കളെ ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയാ. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? C is equal to C bar plus CY. അതിൽ C എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ C ആണേ.
സി എന്ന് പറഞ്ഞാൽ എന്താ? MPC ആണ് കേട്ടോ. സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷൻ. ഈ സി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി ആണ്. അത് MPC ആണ് കേട്ടോ. MPC ആണ്. സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ MPC ആണ്. സ്മോൾ ലെറ്റർ സി MPCയും ക്യാപിറ്റൽ ലെറ്റർ സി കൺസംഷൻ ഫംഗ്ഷനും ആണ് കേട്ടോ. മാറിപ്പോകരുത്. അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെ കാണാം? ഇൻകവും കൺസംഷനും തമ്മിലുള്ള ബന്ധമാണ് കൺസംഷൻ ഫംഗ്ഷൻ. ഇതിൽ സി ഇട്ടിട്ട് മുകളിൽ ബാർ ഇട്ടേക്കണം കണ്ടോ. മിക്കവാറും ഈ ബാർ സിന്റെ മുകളിലാണ് വരിക. അപ്പൊ സി ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ. ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിന് ചോദിക്കാം, എന്താണ് ഓട്ടോണോമസ് കൺസംഷൻ? എന്താണ് ഓട്ടോണോമസ് കൺസംഷൻ? ദ കൺസംഷൻ വെൻ ഇൻകം ഈ സീറോ. കണ്ടോ, അതായത് വരുമാനം 0 ആകുമ്പോഴും അവിടെ എന്തുണ്ടാവും? കൺസംഷൻ ഉണ്ടാവും, ഉപഭോഗം ഉണ്ടാവും. അതിനെയാണ് ഓട്ടോണോമസ് കൺസംഷൻ പറയുക. കത്തിയോ? When income is 0, there is consumption. That such a consumption is called autonomous consumption. Clear അല്ലേ? വരുമാനം 0 ആകുമ്പോഴും നമുക്ക് എന്തുണ്ടാവും? ചില ഉപഭോഗം ഉണ്ടാവും അല്ലേ? നമുക്ക് വരുമാനം ഇല്ല, നമ്മുടെ പട്ടിണി കിടക്കും, നമ്മള് പട്ടിണി ചത്തുപോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മുടെ കടമൊക്കെ മേടിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ? അപ്പൊ വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ഉപഭോഗം ഉണ്ടാവും. അങ്ങനെയുള്ള കൺസംഷനെയാണ് ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുക. അതാണ് സി ബാർ. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സി സിക്കൽ ടു സി ബാർ പ്ലസ് സി വൈ. ഹിയർ സി ബാർ റെപ്രസെന്റ് ഡാഷ്. ഒരു എക്സാമിന് ചോദിച്ചതാ സി ബാർ എന്ന് പറയുന്നത് എന്താണെന്ന്. ഓപ്ഷനിൽ ഉണ്ടാവും എന്താണ്? എക്സ് ആൻഡ് കൺസംഷൻ, വേറെ എന്തെങ്കിലും. അപ്പോൾ ആൻഡ് ആൻസർ ഈസ് എന്താ വരിക? ഓട്ടോണോമസ് കൺസംഷൻ. ക്ലിയർ ആയോ? കൈവിശി കാണിച്ച സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ ആണ്. 1 മാർക്കിന് വന്നിട്ടുണ്ട് പലതവണ കേട്ടോ. പഠിച്ചിട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ആൻസർ മക്കളെ. ഇനി 2 സെക്ടർ ഇക്കോണമിയിലെ കമ്പോണന്റ് ചോദിച്ചാൽ ഹൗസ് ഹോൾഡ് കൺസംഷനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറുമാണ്. അത് ഓർത്ത് വെക്കുക. അതിൽ സി സിക്കൽ സി ബാർ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ കേട്ടോ. ഓർത്ത് വെച്ചോളൂ. അഗ്രിഗേറ്റ് ഡിമാൻഡ് 2 സെക്ടർ ഇക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ കേട്ടോ. ഓർത്ത് വെച്ചോളൂ. സി ബാറും ഐ ബാറിന് ഈ ബാറുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് എ ബാർ എന്ന് പറയാം കേട്ടോ. ഈ ബാറുകളില്ലേ, സി ബാർ ഐ ബാർ, അങ്ങനെ ബാർ ഇട്ട് ചോദിക്കുന്നൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ എ ബാർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. എ ബാർ. ഓക്കെ, എ എന്ന് പറയുന്നത് അപ്പോഴാണ് കേട്ടോ. ഓക്കെ ആണോ? ഓൾ എന്നാണ് അർത്ഥം. ഓൾ ബാർ, അതാണ് എ ബാർ. എല്ലാ ബാറുകളും കൂടി ചേരുമ്പോൾ എ ബാർ ആവും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്താണ് എക്സ? ഡയറക്റ്റ് വരും, ഡയറക്റ്റ് വരും. ഇക്വേഷൻ അറിയണം പക്ഷെ നമ്മള്. എല്ലാം തരൂടാ, അത്ര ഡിഫിക്കൽട്ട് വരൂല. കാരണം നിങ്ങൾക്ക് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെ 2 കൂട്ടരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. അത്ര ഡിഫിക്കൽട്ട് വരൂല കേട്ടോ, പേടിക്കണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സാറെ കാണിച്ചു, ക്വസ്റ്റ്യൻ കാണിച്ചു. In an economy, consumption function C is equal to C bar plus CY. Investment is 35. Find AD equation. AD equation അറിയാലോ? A bar plus CY അല്ലെ? എല്ലാ ബാറും കൂടി കൂട്ടാ. ഇവിടെ ഏതൊക്കെ ബാർ ഉണ്ട്? അഭിനവ് ഏതൊക്കെ ബാർ ഉണ്ട് അവിടെ? C is equal to എന്താ അങ്ങനെ? C is equal to എന്താ അങ്ങനെ? C is equal to ഇക്വേഷൻ പറഞ്ഞ C കാണുന്ന ഇക്വേഷൻ പറഞ്ഞ കൺസംഷൻ ഫംഗ്ഷൻ C is equal to. അഭിനവ് എന്ന് അൺമ്യൂട്ട് ചെയ്ത സമയം കളയല്ലേ? എനിക്ക് ഒന്നാമതേ വയ്യ, സൗണ്ട് ഇല്ല. പറയും. സി ഈസ് ഇക്വൽ ടു എന്താണ് ഇക്വേഷൻ? സി ഈസ് ഇക്വൽ ടു സി എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷൻ. അത് കാണുന്ന ഇക്വേഷൻ എന്താ? നീ വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്താ കാണിക്കുന്നത് അവിടെ ഇരുന്ന്? ശ്രദ്ധിക്കുന്നില്ലല്ലോ അഭിനവേ. നാളെ എക്സാം ഇല്ലേ നിനക്ക്? എഴുതുന്നില്ലേ? എന്നിട്ടാണ് ശ്രദ്ധിക്കാതിരിക്കുന്നത്. സി ഈസ് ഇക്വൽ ടു സി ബാർ പ്ലസ് സി വൈ. അപ്പൊ സി ബാർ, അപ്പൊ നമുക്കിവിടെ സി സിക്കൽ ടു 65 പ്ലസ് 0.75 വൈ എന്നല്ലേ തന്നേക്കണേ. അപ്പൊ സി ബാർ എന്ന് പറഞ്ഞാൽ 65 ആണ്. ഓക്കെ അല്ല? അപ്പൊ ഒരു ബാർ കിട്ടി നിങ്ങൾക്ക്. ഇനി എ ഡി കാണാൻ ഇക്വേഷൻ എന്താ? എ ഡി സിക്കൽ ടു എല്ലാ ബാറും കൂടി കൂട്ടുക. സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ അല്ലേ? അപ്പൊ സി ബാർ 65 കിട്ടിയില്ലേ? 65 പ്ലസ് ഐ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അവിടെ ബാറ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഐ തന്നെയാണ്. അത്ര ഐ ബാർ ഇൻവെസ്റ്റ്മെന്റ് 35 പ്ലസ് സി വൈ, അപ്പൊ 0.75 വൈ. അപ്പൊ 65 35 കൂടി എത്രയാ? 100. അപ്പൊ 100 പ്ലസ് 0.75 വൈ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണെങ്കിൽ കൈവിശി കാണിച്ച എല്ലാവരും. അപ്പോ ഇക്വേഷൻ സി എന്ന് പറഞ്ഞാൽ 65 പ്ലസ് 0.75 വൈ അല്ലേ സ്ട്രീം അല്ലേ? അപ്പൊ സി എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് സി വൈ. അപ്പൊ സി ബാറിന്റെ അടിയിൽ 65 അല്ലേ? അപ്പൊ സി ബാർ 65 ആണ്. സെറ്റ് അല്ലേ?
യെസ്. അപ്പോൾ സി ബാറിന്റെ പ്ലേസിൽ 65 ഇട്ട് കൊടുത്തു. ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് തന്നിട്ടുണ്ട് 35 പ്ലസ് സി വൈ എന്ന് പറഞ്ഞാൽ 0.75. ഇത് കൂട്ടാൻ പറ്റില്ല കാരണം വൈ ഇല്ലേ കൂടെ, വൈ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പൊ ഇല്ലാത്ത കൊണ്ട് കൂട്ടിയിട്ട് പ്ലസ് 0.75. ഓക്കെ. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ? 100 മാർക്ക് ചെയ്യാം, അവിടെ നിന്ന് ലൈൻ വരച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. സെറ്റ് അല്ലേ? ഇവിടെ എത്രയാണോ സ്റ്റാർട്ടിങ് 100 ആണെങ്കിൽ ഇവിടെ 100 ലൈൻ വരയ്ക്കുക, 120 ആണെങ്കിൽ ഇവിടെ 120 മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. സെറ്റ് ആണെങ്കിൽ കൈശി കാണിച്ചെല്ലാവരും. ഓക്കെ. ഇനി ഫൈൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒരു ഡിഫറെന്റ് ഇൻകം ലെവൽ. അപ്പൊ ഡിഫറെന്റ് ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ 0 100 200 300 അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വൈൻ്റെ അവിടെ ആദ്യം 0 ഇട്ട് ചെയ്യാം. വൈൻ്റെ അവിടെ 0 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പൊ ഫസ്റ്റ് തന്നെ 100 കണ്ടോ. രണ്ടാമത് വൈൻ്റെ അവിടെ 100 ഇട്ട് കൊടുക്കുക, 175. ഈ ഇക്വേഷനിൽ വൈൻ്റെ പ്ലേസിൽ ആദ്യം 0 ഇട്ട് കൊടുക്കുക, പിന്നെ 100 ഇട്ട് കൊടുക്കുക, പിന്നെ 200 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടും. ഇത് വെച്ചിട്ട് ഒരു കർവ് വരച്ചാൽ മതി. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്. ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. അടുത്ത കാണിച്ചു അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഓൾറെഡി പറഞ്ഞാണ് 45 ഡിഗ്രി ആംഗിളിലായിരിക്കും അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വരിക. എല്ലാവർക്കും അറിയാലോ അത്. യെസ്. അടുത്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ഇൻ 2 സെക്ടർ ഇക്കോണമി. എങ്ങനെയാ ഈക്വിലിബ്രിയം ഇൻകം കാണാം? ഈക്വിലിബ്രിയം കാണാൻ ഇക്വേഷൻ ആര് പറയും? വൈ സ്റ്റാർ എന്നാണ് പറയാം. ഈക്വിലിബ്രിയം ഇൻകത്തിന് വൈ സ്റ്റാർ. നമ്മൾ ഈക്വിലിബ്രിയം പ്രൈസിനെ പി സ്റ്റാർ എന്നല്ലേ പറയാ. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ക്യൂ സ്റ്റാർ. അപ്പൊ ഈക്വിലിബ്രിയം ഇൻകം എന്താ? ഇൻകത്തിന് വൈ എന്നല്ലേ പറയാ. അപ്പൊ വൈ സ്റ്റാർ. സിമ്പിൾ അല്ലേ? അപ്പൊ വൈ സ്റ്റാർ കാണാൻ ഇക്വേഷൻ എന്താ? വൈ സ്റ്റാർ കാണാൻ ഇക്വേഷൻ ആരെ വിളിക്കാം സാറേ? ബാഹുൽ ദേവേ. ഈക്വിലിബ്രിയം കാണാൻ അറിയോ 2 സെക്ടർ ഇക്കോണമിയില്? അറിയാമോ? ചിരിച്ചിരുന്നാ മതി, നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ ഫുൾ മാർക്ക് കിട്ടും. അറിയോ ബാഹുലേ? അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ എഴുതിയിട്ടുണ്ട് വെണ്ടയ്ക്ക് അക്ഷരത്തില്. ഓക്കെ. വൈ സ്റ്റാർ ഇസ് ഇക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൈ സ്റ്റാർ ഇസ് ഇക്വൽ ടു ഈ ബാറൊക്കെ കൂടുമ്പോ എന്ത് ബാറാ? എല്ലാ ബാറും കൂടി ചേർന്നാൽ എന്ത് ബാറാ? ആരെ വിളിക്കാം? ഐഷ. എല്ലാ ബാറും കൂടി ചേർന്നാൽ പറയ്. സി ബാർ ഈ ബാറും കൂടി ചേർന്ന് എന്ത് വിളിക്കാം? എടാ ഓൾ ബാർ. ഓൾ ബാർ എന്ന് പറഞ്ഞാൽ ഏതാ ലെറ്റർ? ഓൾ. എല്ലാ ബാർ എന്ന് പറഞ്ഞാൽ ഓളിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഓൾ. അപ്പൊ എ ബാർ. മനസ്സിലായോ? അപ്പൊ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ ഈ ബാറുകളൊക്കെ കൂടി നമുക്ക് ഓൾ ബാർ എന്ന് പറയും. അപ്പൊ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഓക്കെ അല്ലേ? ഇവിടെ സി ബാർ ക്വസ്റ്റിൽ ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തരും കേട്ടോ. സി ബാറും ഐ ബാറൊക്കെ തരും. വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇത് സ്മോൾ ലെറ്റർ സി ആണ്, അതായത് MPC ആണ് കേട്ടോ. അപ്പോൾ ഈക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഒരു പ്രോബ്ലം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ 2 സെക്ടർ ഇക്കോണമിയിൽ ഈ 2 സെക്ടർ ഇക്കോണമിയിൽ കമ്പോണന്റ് ചോദിച്ചാൽ ഏതൊക്കെയാ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അറിയാലോ, അത് പഠിച്ചിട്ട് പോവാണ് കേട്ടോ. ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ കമ്പോണന്റ്സ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ ഇക്കോണമി. അടുത്ത കാണിച്ചു ഗ്രാഫിക് മെത്തേഡ്. ഈക്വിലിബ്രിയം ഇൻകം വൈ സ്റ്റാർ ഈക്വിലിബ്രിയം ഇൻകം എങ്ങനെ ഗ്രാഫിൽ കാണാം? സപ്ലൈ അഗ്രിഗേറ്റ് സപ്ലൈ 45 ഡിഗ്രി ആംഗിളിലാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് തൊട്ട് മുകളിൽ വരയ്ക്കുക. രണ്ടും കൂടി കൂട്ടിമുട്ടി പോയിന്റ് ആണ് ഈക്വിലിബ്രിയം കേട്ടോ. നോട്ട് ചെയ്തിരിക്കണേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ തുല്യമാകുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൈവിശിക്ക്. ജിനദേവി സെറ്റ് അല്ലേ? കൃഷ്ണപ്രിയ, ശ്രീമൽ. ഓക്കെ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ. വൈ സ്റ്റാർ കാണാൻ ഈക്വിലിബ്രിയം കാണാനുള്ള ഇക്വേഷൻ നോക്കാം. സാറെ കാണിച്ചോളൂ. ഓൾറെഡി നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി അല്ലേ? എ ബാർ. ഓക്കെ. നമുക്ക് നോക്കാം. ഇനാണ് ഇക്കോണമി. സി സിക്കൽ ടു 20 പ്ലസ് 0.85. സി എന്ന് പറഞ്ഞാൽ എന്താ? സി ബാർ പ്ലസ് സി വൈ അല്ലേ? സി ബാർ പ്ലസ് സി വൈ അല്ലേ? അതുപോലെ ഐ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഈക്വിലിബ്രിയം ഇൻകം. ഈക്വിലിബ്രിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? എ ബാർ ബൈ 1 മൈനസ് സി. എ ബാർ എന്ന് പറഞ്ഞാൽ എല്ലാ ബാറും കൂട്ടാം. അവിടെ സി ബാർ 20 ആണ്. സി ബാർ 20 ആണ്. അപ്പൊ 20 പ്ലസ് അടുത്ത ബാർ ഏതാ? ഐ അല്ല, ഇൻവെസ്റ്റ്മെന്റ്. ഐ തന്നിട്ട് 20 തന്നെയാണ്. അതും 20 ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ 0.8 അല്ലേ? സി എന്ന് പറഞ്ഞാൽ അപ്പൊ 1 മൈനസ് 0.8. അപ്പൊ 40 ഡിവൈഡഡ് ബൈ 0.2 വരും. 40 ഡിവൈഡ് ബൈ 0.2 എത്ര വരും ആൻസർ? 200 ആണോ? 200 ആണ് നമ്മുടെ ആൻസർ. 200. മക്കളെ ഈ 1 മൈനസ് സിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് MPS എന്ന് എഴുതാം കേട്ടോ. കാരണം 1 മൈനസ് MPC MPS അല്ലേ? നമുക്ക് MPS എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ എങ്ങനെ പറയാം? എ ബാർ ഡിവൈഡ് ബൈ MPS ഇതിലും കറക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ MPS ഇതിലും കറക്റ്റ് ആണ്. കത്തിയോ? കത്തിയെങ്കിൽ കഴിച്ച് കാണിച്ചെല്ലാവരും.
1ന്ന് MPC കുറച്ച് MPS അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അപ്പൊ MPS ചെയ്താലും കറക്റ്റ് ആണ് കേട്ടോ. സെറ്റ് ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കഴിച്ച് കാണിച്ചേ, എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് എഫക്ട് ഓഫ് ഓട്ടോണോമസ് ചേഞ്ച് ഇൻ ഈക്വിലിബ്രിയം ആൻഡ് ഈക്വിലിബ്രിയം ഡിമാൻഡ് ഇൻ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത്ര ഒരുപാട് തവണ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഈ ഡയഗ്രം ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായ മാറ്റം മൂലമാണ് ഡിമാൻഡ് കർവ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യാൻ ചോദിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുക, അത് ഡെൽറ്റ ഐ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് മാറ്റം വരുമ്പോഴാണ് എന്ത് വരിക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പ് എന്താണെന്ന് ചോദിക്കും, അത് ഡെൽറ്റ ഐ ആണ് കേട്ടോ. ഐക്ക് ഉണ്ടായ മാറ്റം, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായ മാറ്റമാണ് ഈ ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ വരയ്ക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് വരയ്ക്കുക. രണ്ടാമത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് എന്തിന് തുല്യമാണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ഐ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ, ബ്രീഫായിട്ട് നോട്ട് ചെയ്യുക. ശ്രീമല കിട്ടിയോ? ആ ഗ്യാപ്പ് ഡെൽറ്റ ഐ ആണ്. യെസ്. ഇനി മൾട്ടിപ്ലയർ ആണ്. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ഉണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർത്ത് വെക്കുക. 1ന്ന് 1 മൈനസ് സി കുറയ്ക്കുക. 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ MPC ആണ്, അറിയാലോ. MPS ആണ് 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ. അത് ഇക്വേഷൻ അപ്ലൈ. ഒരു എക്സാമ്പിൾ നോക്കി. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഇഫ് MPS ഈസ് ഈക്വൽ ടു 0.2. MPS നമുക്ക് 0.2 എന്ന് തന്നിട്ടുണ്ട്. MPS അല്ല, അത് MPC ആണ് കേട്ടോ. MPC ആണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് സി അല്ലേ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0.2. അപ്പോൾ എത്ര വരും? 1 ഡിവൈഡ് ബൈ 0.8 വരും അല്ലേ. നമുക്ക് ആൻസർ എത്ര വരിക? 1 ഡിവൈഡ് ബൈ 0.8 എത്ര വരണേ? ഇത് MPS തന്നെ വെച്ച് ചെയ്തേക്കണ ആൻസർ കേട്ടോ. എത്ര വരണേ? 1 ഡിവൈഡ് ബൈ 0.8 സാറേ. 1.25. ഇത് ഇൻവെസ്റ്റ്മെന്റ് മതി. ഇനി MPS തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 ഡിവൈഡ് ബൈ വെറുതെ 0.2 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഈസ് എന്ത് വരും? 5 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? MPS തരികയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ MPS ചെയ്യുക. MPC ആണെങ്കിൽ 1 മൈനസ് MPS ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? രണ്ട് രീതിയിൽ ക്ലിയർ ആയോ? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കാണാൻ മനസ്സിലായോ എല്ലാവർക്കും? മക്കളെ, ഏതൊരു മൾട്ടിപ്ലയർ കാണാൻ, ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എപ്പോഴും ഓർമ്മ വേണേ. സി എന്ന് പറഞ്ഞാൽ MPC ആണ് കേട്ടോ. MPC ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ച് എനർജറ്റിക് ആയിട്ട് എല്ലാവരും. ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, അല്ലെ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ആർക്കെങ്കിലും പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്റ്റെഫാനിയോ ഡൗട്ട് ആണോ? ചോദിച്ചു. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ y ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ I അല്ലേ? I is equal to 1 ഡിവൈഡ്. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് MPC തരാതെ ഇൻകത്തിനും ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായ മാറ്റം തരും. അപ്പൊ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കണം അതനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ ഇൻകത്തിനുണ്ടായ മാറ്റവും, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 100 രൂപയിൽ നിന്നും 120 രൂപയായി. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒരു 50-ൽ നിന്നും 60ആയി. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഐയും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെൽറ്റ y ഡിവൈഡ് ബൈ ഡെൽറ്റ I ചെയ്യും. കത്തിയോ? ആണ് ഉദ്ദേശിക്കണേ. അത് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണോ നിങ്ങളുടെ അതനുസരിച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കത്തിയില്ലേ? അത്രയേ ഉള്ളൂ. മക്കളെ, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആര് പറയും? ശ്രീമല പറയോ? ഒരു ഇക്കോണമിയിലെ MPS കൂടിയത് കൊണ്ട് എന്ത് കൂടണമെന്നില്ല? ഒരു ഇക്കോണമിയിലെ MPS കൂടിയത് കൊണ്ട് എന്ത് കൂടണമെന്നില്ല? സേവിങ്സ് കൂടണമെന്നില്ല. സേവിങ്സ് എന്താവാം? കുറയുകയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുകയോ ചെയ്യാം. ഈ ടെൻഡൻസിയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. മക്കളെ, പഠിക്കാതെ പോവര് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കും. എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്? പഠിച്ചു വെക്കുക. ഒരു ഇക്കോണമിയിലെ MPS കൂടിയത് കൊണ്ട് ഒരിക്കലും ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല. ടോട്ടൽ സേവിങ്സ് എന്താവാം? കുറയുകയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുകയോ ചെയ്യാം. ആ സിറ്റുവേഷനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയാ. പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ ആണോ? കൈവിശി കാണിച്ചേ. ഉണ്ടോ? If the MPS in an economy has increased, it may not lead to increase in total savings. Instead, the total savings may remain constant or may decrease. This tendency is known as ഇല്ലടാ, കൂടുതൽ എഴുതണ്ട, കോൺസെപ്റ്റ് എഴുതിയാൽ മതി. പാരഡോക്സ് ഓഫ് 3 മാർക്സ് ചോദിച്ചാൽ ഇതന്നെ എഴുതിയാൽ മതി, ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, എല്ലാവർക്കും പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ക്ലിയർ ആയാലും ഈ ചാപ്റ്റർ ഫിനിഷ്ഡ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? തേർഡ് ചാപ്റ്റർ എടുക്കാം. ഓക്കെ, തേർഡ് ചാപ്റ്റർ സാറെ കാണിച്ചു. നമ്മൾ മാക്രോ ഇക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ് ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് അല്ലേ? ആണോ? എവിടെ അല്ലേ?
ഇതിൽ ആദ്യം നമ്മൾ ബാർട്ടർ സിസ്റ്റം പഠിക്കുക. അതിനൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ചിലപ്പോൾ 1 മാർക്ക് വരാം, ചിലപ്പോൾ 3 മാർക്ക് വരാം. എന്തായാലും ബാർട്ടറിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ അല്ലേ? എക്സ്ചേഞ്ചിങ് വൺ കമ്മോഡിറ്റി ഫോർ അനദർ, അല്ലെങ്കിൽ വൺ കമ്മോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് അനദർ. മനസ്സിലായോ? ഒന്നിന്റെ പകരം നമ്മൾ വേറൊരു സാധനം നമ്മൾ കൈമാറ്റം ചെയ്താൽ അതാണ് ബാർട്ടർ സിസ്റ്റം. പണ്ട് കാലത്ത് പണമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്ന സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ ആണോ? കാണിച്ച് ബാർട്ടർ സിസ്റ്റം ഓക്കെ ആണെങ്കിൽ യെസ്. ബാർട്ടർ സിസ്റ്റത്തിന് ചില പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാ ബാർട്ടർ സിസ്റ്റത്തിന് ലിമിറ്റേഷൻസ്? എന്തൊക്കെയാ? ഓക്കെ, ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് അല്ലെ? രണ്ടുപേരുടെ ആവശ്യം എന്തായിരിക്കണം? കോയിൻസൈഡ് ആയിരിക്കണം. ഏതോ ഒരു കോയിന്റെ 2 വശങ്ങൾ പോലെ ആയിരിക്കണം അല്ലെ? അത് എൻ്റെ കയ്യിൽ ചക്കയുണ്ട്, വേറെ ആളെയിൽ മാങ്ങയുണ്ട് അല്ലെ? അപ്പൊ അയാൾക്ക് ചക്ക വേണം, എനിക്ക് മാങ്ങ വേണം, എന്നാൽ മാത്രമേ നമുക്ക് പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ അതാണ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ്. രണ്ടാണ് ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ അല്ലെ? സെക്കൻഡ് ആണ് കോമൺ ആയിട്ട് നമുക്ക് ഏതൊരു സാധനത്തിന്റെയും മൂല്യം നമുക്ക് കോമൺ ആയിട്ട് അളക്കാനായിട്ടൊരു ഉപാധി ഉണ്ടായിരുന്നില്ല. അതും ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു പരിമിതിയാണ്. 3 ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ഓഫ് വാല്യൂ. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലെ? ഇപ്പൊ ചക്ക, എൻ്റെ കയ്യിൽ ചക്കയുണ്ട്, അപ്പൊ ചക്ക വേണ്ട ആളെ ഞാൻ കണ്ടെത്തണം, വേണ്ടേ? അത് കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷെ അതുവരെ ചക്ക നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, കേടായി പോവില്ലേ? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ പണം വന്നപ്പോൾ നമുക്ക് ചക്ക വേണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് പൈസ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ഓഫ് വാല്യൂ. അതുപോലെ പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് 4 പോയിന്റ് ആണ് പഠിച്ചിട്ട് പോവുക. ഇതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ, പരിമിതികൾ കേട്ടോ. ഓക്കെ ആണോ? കൈവശി കാണിച്ചി അക്സ. നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മണി. ജിതിനെ ചോദിച്ചു ഫങ്ഷൻസ് ഓഫ് മണി. ജിതിനെ ചോദിച്ചോളൂ. ആ നോട്ടില്ലേ? അയച്ചുതരാം. മക്കളെ, ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങൾ, പണത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാ? പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഏതൊരു സാധനവും നമുക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒരു ഉപാധി വേണം, അതാണ് പണം. 2 മെഷർ ഓഫ് വാല്യൂ, ഏതൊരു സാധനത്തിന്റെ മൂല്യം അളക്കാൻ നമുക്ക് പണം വേണം അല്ലെ? അതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ അതാണ് പ്രൈമറി ഫംഗ്ഷൻ. സെക്കൻഡറി ഫംഗ്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റും സ്റ്റോർ ഓഫ് വാല്യൂ. സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് അവിടെ നിങ്ങൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചക്കയുടെ കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് പണം വന്നപ്പോൾ നമുക്ക് പൈസ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അഥവാ RBI. മക്കളെ, RBI ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. അറിയാലോ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ചോദിച്ചാലും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത്. ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തൊക്കെയാ? RBIയുടെ ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് അല്ലെ? കറൻസി അച്ചടിക്കുന്നത്, നോട്ടുകൾ അച്ചടിക്കുന്ന ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. അതിൽ ബാങ്കർ ടു ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കേഴ്സ് ബാങ്ക്, എല്ലാ ബാങ്കുകളുടെ ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, റിസർവിന്റെ ഒരു കസ്റ്റഡിയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, അവസാനം എല്ലാ ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ അവസാനം അഭയം പ്രാപിക്കുന്ന എവിടെയാണ്? നമ്മുടെ സെൻട്രൽ ബാങ്കിലാണ് അല്ലെ? അതുപോലെ കൺട്രോളർ ഓഫ് മണി സപ്ലൈ, മണി സപ്ലൈയിലെ പണത്തിന്റെ പ്രധാനം, പണത്തിന്റെ ആ ഒരു സപ്ലൈ അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഈസിക്കാണ് ചെയ്യും. സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് മക്കളെ പഠിക്കുക. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കുക കേട്ടോ. അടുത്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട്. +1 നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്, അതന്നെ എഴുതിയാൽ മതി. അത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ മക്കളെ മസ്റ്റായിട്ടും നിങ്ങൾ ചാർട്ട് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? മറക്കരുത് കേട്ടോ, ചാർട്ട് വരയ്ക്കണം. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. പ്രൈമറി, ഏതൊരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി അല്ലെ? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുക. സെക്കൻഡറി ഫംഗ്ഷൻ എന്താ? ഏജൻസി ഫംഗ്ഷൻ. ബാങ്ക് ഒരു ഏജന്റായി പ്രവർത്തിക്കും. എപ്പോഴാണ് ബാങ്ക് ഏജന്റ് ആവാ? നമുക്ക് വല്ല ബില്ലുകളൊക്കെ അടയ്ക്കണമെങ്കിൽ ബാങ്കിൽ കൊണ്ട് അടയ്ക്കാം അല്ലെ? അപ്പൊ ഏജന്റായി പ്രവർത്തിക്കും. പിന്നെ ജനറൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ബാങ്ക് പ്രവർത്തിക്കും. എന്താ? ലോക്കർ ഫെസിലിറ്റി കൊടുക്കുക. ഇതാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. മൂന്നാമതാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. അതായത് ഈ ഗിവിംഗ് ലോൺസ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബാക്ക്വേർഡ് ക്ലാസ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിലെ, അതായത് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർ, പണപരമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കും. അതാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. എല്ലാവർക്കും 3 ഫംഗ്ഷൻ ക്ലിയർ ആയോ? സെറ്റ് ആണോ എല്ലാവർക്കും?
ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ 8 മാർക്കിന് ഇത് എസ് ചോദിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ കേട്ടോ. യെസ്, ഞാൻ ഇതേപോലെ ഒരു ഡയലോഗ് ഞാൻ അക്കൗണ്ടൻസി എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഇതേപോലെ ഡയലോഗ് ഞാൻ അക്കൗണ്ടൻസി എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 6 മാർക്കിന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ശ്രീമലേ? ലോൺ അക്കൗണ്ട് എടുത്തപ്പോൾ പ്രത്യേകം പറയുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കിന് എസ് ചോദിക്കരുത്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് 6 മാർക്കിന് ചോദിച്ചത്. അതെ. അപ്പൊ അതേപോലെ ഞാൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ ഏതോ ഒരു സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വരും കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ സിമ്പിൾ അല്ലേ? യെസ്. ഇതിനകത്ത് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്പ്രെഡ് ആർക്കെങ്കിലും അറിയാമോ? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ റീസാൻഡ് ചെയ്തേ. സ്പ്രെഡ് ആർക്കൊക്കെ അറിയാം? സ്പ്രെഡ് അഞ്ജന അവരുടെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, വെരി ഗുഡ്. ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് കേട്ടോ മക്കളെ. ഏതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ബാങ്കിന്റെ പ്രോഫിറ്റിനെയാണ് സ്പ്രെഡ് എന്ന് പറയാം. മനസ്സിലായി? ബാങ്കിന് എങ്ങനെ ലാഭം കിട്ടാം? ബാങ്ക് പലിശ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് ബാങ്ക് പലിശ കൊടുക്കും അല്ലേ? അതിൽ ലോൺ കൊടുത്ത ആളുകളുടെ കയ്യിൽ നിന്ന് പലിശ കിട്ടും. അപ്പൊ ആ കിട്ടിയ പലിശയിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ട് ബാക്കി കയ്യിലുള്ളതല്ലേ ബാങ്കിന്റെ പ്രോഫിറ്റ്. അതാണ് സ്പ്രെഡ്. കത്തിയാ? സ്പ്രെഡ് ക്ലിയർ ആയോ? നോട്ട് ചെയ്തോട്ടോ. ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും നമ്മുടെ ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയാം കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. അടുത്താണ് ഹൈ പവേർഡ് മണി. എന്താണ് ഹൈ പവേർഡ് മണി? നമ്മുടെ RBIയുടെ മൊത്തം ലൈബിലിറ്റിനെ പറയുന്ന പേരാണ് ഹൈ പവേർഡ് മണി. അത് കാണാൻ ഇക്വേഷൻ ആണ് CU + R + G. എന്താണ് മണി സപ്ലൈ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിലുള്ള മൊത്തം പണത്തിനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയാം. ഇന്ത്യയിൽ മണി സപ്ലൈ മെഷർ ചെയ്യുന്ന ഇതറിയാലോ? M1, M2, M3, M4. അത് പഠിക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും കേട്ടോ. M1, M2, M3, M4 ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. പഠിച്ചിട്ട് പോവുക. അപ്പൊ അതിന് മുമ്പ് നമുക്ക് മണി മൾട്ടിപ്ലയർ എന്ന് പറയാം. സാറെ കാണിച്ചു. എന്താണ് മണി ഈ ഇക്വേഷൻ പഠിക്കണേ? ഒരു തവണ എക്സാമിന് ചോദിച്ചിരുന്നു. 1/CRR വെച്ചിട്ട് മണി മൾട്ടിപ്ലയർ കാണാൻ. അപ്പൊ CRR = 20%. ഫൈൻഡ് മണി മൾട്ടിപ്ലയർ. അങ്ങനെ ചോദിച്ചിരുന്നു ഒരു തവണ എക്സാമിന്. അപ്പൊ മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ പണം നമുക്ക് എത്രത്തോളം മൾട്ടിപ്ലൈ ചെയ്യാം, ആ പ്രോസസ്സിനെയാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയാ. അത് കാണാൻ ഇക്വേഷൻ എന്താണ്? 1/CRR. അപ്പൊ ഇവിടെ മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ K ആണ് കേട്ടോ. K മണി മൾട്ടിപ്ലയർ കാണാൻ ഇക്വേഷൻ പറഞ്ഞേ. 1/CRR അല്ലേ? അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 20/100 ആക്കണം നിങ്ങൾ. അപ്പൊ 0.2 എന്ന് കിട്ടും. അപ്പൊ ദി ആൻസർ ഈസ് 5. എത്തിയോ? കാണിച്ച എല്ലാവരും. അപ്പൊ CRR തന്നിട്ട് മണി മൾട്ടിപ്ലയർ കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 1/CRR. ഏതൊരു തവണ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് കാണിച്ച എല്ലാവരും. ഓക്കെ. അടുത്ത മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ മെഷർ ചെയ്യുന്ന M1, M2, M3, M4. ഇത് 4 ഇക്വേഷൻ പഠിക്കാം മക്കളെ. ഇതിൽ ലീസ്റ്റ് ലിക്വിഡ് ഏതാ? M4. മോസ്റ്റ് ലിക്വിഡ് M1 അല്ലേ? ആണോ? കൈവിശിക്ക് മോസ്റ്റും ലീസ്റ്റും ഏതാ? ആര് പറഞ്ഞേ? മോസ്റ്റ് ലിക്വിഡ്, ലീസ്റ്റ് ലിക്വിഡ് ആര് പറയും? ഫാത്തിമ പറയടാ. മോസ്റ്റ് ലിക്വിഡ് ഏതാടാ? ലീസ്റ്റ് ലിക്വിഡ് ഏതാ? അറിയാമോ? അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും റീസൺ ഇത് മോസ്റ്റ് ലിക്വിഡും ലീസ്റ്റ് ലിക്വിഡും. മോസ്റ്റ് ലിക്വിഡും ലീസ്റ്റ് ലിക്വിഡ്. സഫ്ന പറഞ്ഞ. സഫ്ന മകളെ പഠിക്കാൻ എളുപ്പവഴിയാണേ. ലീസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് L4, M4 അങ്ങനെ പഠിച്ചാലും മതി. ലാസ്റ്റത്തെ M4 അല്ലേ, അത് ലീസ്റ്റ് ലിക്വിഡ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഈസി കാണിച്ചേ. യെസ്, ലാസ്റ്റത്തെ അത് M4 അല്ലേ, അപ്പൊ അത് ലീസ്റ്റ് ലിക്വിഡ്. മറ്റേത് ഫസ്റ്റത്തെ മോസ്റ്റ് ലിക്വിഡ്. മാറിപ്പോരുത് കേട്ടോ. നാരോ മണി, ബ്രോഡ് മണി. 2 നാരോ മണിയാണ്, ബാക്കി 2 ബ്രോഡ് മണിയാണ്. അത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ഡിമാൻഡ് ഫോർ മണി, ലിക്വിഡിറ്റി പ്രിഫറൻസ്, കെയ്നീഷ്യൻ തിയറി എന്നൊക്കെ ചിലപ്പോൾ പറയും. നമ്മൾ സാധാരണ ആളുകൾ പണം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇതും ഒരു തവണ എസ് എ വന്നിട്ടുണ്ട്. ഇതും എസ് എ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതും മേ ബി ചിലപ്പോൾ എസ് എ. ഒരു കാര്യം ഉറപ്പാണ്, ഈ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് ഒരു എസ് എ ഉറപ്പായിട്ട് വരും സെക്കൻഡ് ടേമിന് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു എസ് എ ഉറപ്പാണ്. അത്ര വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ് കേട്ടോ. അപ്പോൾ പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റ്. ആളുകൾ പണം ഹോൾഡ് ചെയ്ത് വെക്കില്ലേ ഭാവിയിലേക്ക് വേണ്ടിയിട്ട്?
അതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുക. അത് 3 കാര്യങ്ങൾക്കാണ് മാറ്റിവെക്കുക. ഏതൊക്കെയാ? ഒന്ന് പ്രിക്കോഷണറി മോട്ടീവ്, 2 ട്രാൻസാക്ഷൻസ് മോട്ടീവ്, 3 സ്പെക്കുലേറ്റീവ് മോട്ടീവ്. നമുക്ക് ആദ്യം പ്രിക്കോഷണറി മോട്ടീവ് നോക്കാം. സാറേ കാണിച്ചു പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷൻ എന്ന് പറയുന്ന മുൻകരുതൽ എടുക്കുക അല്ലെ. അതായത് മക്കളെ, സാധാരണ ആളുകൾ അവരുടെ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ പെട്ടെന്ന് വന്നാൽ, പ്രതീക്ഷിക്കാതെ നമുക്ക് പൈസയ്ക്കൊക്കെ ആവശ്യം വന്നാൽ പൈസ മാറ്റിവെക്കില്ലേ? അങ്ങനെ ഭാവിയിലേക്ക് വേണ്ടി എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ മാറ്റിവെക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയാം. 2, നമ്മുടെ ദൈനംദിന ഇടപാടുകൾക്ക് വേണ്ടി പൈസ മാറ്റിവെക്കാൻ, ട്രാൻസാക്ഷൻ വേണ്ടി, ഡേ ടു ഡേ എക്സ്പെൻസ്, ഡെയിലി ട്രാൻസാക്ഷൻസ് വേണ്ടിയിട്ട് പൈസ മാറ്റിവെച്ചാൽ അത് ട്രാൻസാക്ഷൻസ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് എന്ന് പറയാം, സ്പെക്കുലേറ്റീവ് പർപ്പസിൽ ഊഹ കച്ചവടം, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബോണ്ടുകൾ, ഗോൾഡുകളൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കും. മനസ്സിലായോ? വില കൂടുമ്പോൾ വിൽക്കും. അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പൈസ മാറ്റി വെക്കുകയാണെങ്കിൽ അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പൊ പൈസ മാറ്റി വെക്കുന്നതിനാണ് മോട്ടീവ് എന്ന് പറയാം, ഡിമാൻഡ് ഫോർ മണി എന്ന് പറയാ. അത് 3 കാര്യങ്ങൾക്കാണ് മാറ്റി വെക്കുക: പ്രിക്കോഷണറി, ട്രാൻസാക്ഷൻ, സ്പെക്കുലേറ്റീവ്. കത്തിയോ? കൈവിശിക്ക്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗോൾഡ് ലാൻഡിനൊക്കെയാണ് ബോണ്ട് എന്ന് പറയാന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ലിക്വിഡിറ്റി ട്രാപ്പ് ആണ്. നമുക്കറിയാം മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ സ്പെക്കുലേറ്റീവ് ഇതും നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആകുമ്പോൾ, ആർ മാക്സിമം ആകുമ്പോൾ, ആർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ മക്കളെ. ആർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആയിരിക്കും കേട്ടോ. സ്പെക്കുലേറ്റീവ് MDT എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? കണ്ടോ, ഇവിടെ ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0. ഇനി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ മിനിമം ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എക്സ് ആക്സിന് പാരലൽ ആവും. കണ്ടോ, ഈ ഗ്യാപ്പിനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുക. വായിച്ചേ, കണ്ടോ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ചസ് ആർ മിനിമം, the speculative demand curve will be parallel to x axis. x axis ന് പാരലൽ ആവും. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആയിരിക്കും. മിനിമം ആകുമ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. അതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് മോണിറ്ററി പോളിസിയും അതിന്റെ ഇൻസ്ട്രുമെന്റ്സും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ? ദ പോളിസി അഡോപ്റ്റഡ് ബൈ RBI ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ചേഞ്ചസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, നേരെയാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാറേ കാണിച്ചോളൂ. ഇൻസ്ട്രുമെന്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് എക്സാമിന് എപ്പോഴും വരാറുള്ളത്. പക്ഷെ ക്വാളിറ്റേറ്റീവിന്റെ പേരെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ഏതൊക്കെയാ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, CRR ആൻഡ് SLR, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് ഓർത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMO, ബാങ്ക് റേറ്റ്, CRR ആൻഡ് SLR, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്വാളിറ്റേറ്റീവ് മാർജിൻ റിക്വയർമെന്റ്സ്, മോറൽ സോഷ്യൽ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയോ? കൈവിശിക്ക്. യെസ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം നോക്കി വെക്കുക. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാം. ചിലപ്പോൾ RBIയുടെ ഫംഗ്ഷൻസ് ചോദിച്ചിട്ട് അതിന്റെ അണ്ടറിൽ സബ് ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് ചോദിക്കാം. അങ്ങനെ 8 മാർക്കിന് എസ്സേ വരാം. അങ്ങനെ വരാം. RBIയിലെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ, A ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യനിൽ ആ പോളിസിയുടെ പേരും അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ചെയ്താൽ പറയും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് എഴുതിയാൽ മതി കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണോ? യെസ്, ആ ഇൻസ്ട്രുമെന്റ് കാണിച്ചു തരാം ഓരോന്നും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താ? ബോണ്ടുകൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യില്ലേ? ഇൻഫ്ലേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? ബോണ്ടുകളൊക്കെ വിൽക്കും. ഡിഫ്ലേഷൻ ടൈമിൽ പർച്ചേസ് ചെയ്യും. അപ്പൊ മണി സപ്ലൈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓർത്ത് നോക്കി, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പാണല്ലേ. പണപ്പെരുപ്പം വരുമ്പോൾ ആളുകളിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ആ മണി സപ്ലൈ കുറയ്ക്കണം. അത് പബ്ലിക്കിന്റെ കയ്യിലുള്ള മണി നമുക്ക് എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ കയ്യിലോട്ട് എത്തിക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? സെക്യൂരിറ്റി ഒക്കെ വിൽക്കും. അപ്പൊ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ വാങ്ങില്ലേ? അപ്പൊ അവരുടെ കയ്യിലുള്ള പണം നമ്മുടെ കയ്യിലോട്ട് എത്തും. കത്തിയോ? ഡിഫ്ലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പണച്ചുരുക്കം. അപ്പൊ ആരുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ പൈസ എത്തിക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയോ? RBI എന്ത് ചെയ്യും? RBI പർച്ചേസ് ഗവൺമെന്റ്, അവരുടെ കയ്യിലുള്ള ബോണ്ടുകളൊക്കെ വാങ്ങും. അപ്പോൾ RBIയുടെ കയ്യിലുള്ള പൈസയൊക്കെ അവരിലേക്ക് എത്തിക്കും. കത്തിയോ? കൈവിശിക്കാണ് ചെയ്യുക ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. യെസ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ലെൻസ് മണി ഫോർ എ ലോങ് ടേം ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കും? സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കും.
അപ്പോൾ അതിന് പലിശ കൊടുക്കണ്ടേ? ആ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ്. റെപ്പോ റേറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ റെപ്പോ റേറ്റ് ക്ലിയർ ആയ, ബാങ്ക് റേറ്റ് റെപ്പോ റേറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആയ കൈവശിക്കാണ് ചെയ്യും. യെസ്. അടുത്താണ് CRR SLR, അതും ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ് CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് ഇഷ്യൂ ആണ്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഡെപ്പോസിറ്റില് കൊമേഴ്ഷ്യൽ ബാങ്ക് കുറച്ച് പൈസ മാറ്റി വെക്കണം, റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. ആ റിസർവ് റേറ്റിനെയാണ് CRR എന്ന് പറയാം. ഇനി ബാങ്ക് എന്ത് ചെയ്യുന്ന അറിയാം, കുറച്ച് പൈസ ലിക്വിഡ് അസറ്റ് ആയിട്ട് മാറ്റി വെക്കും, ഗോൾഡ് ആയിട്ടും സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് മാറ്റി വെക്കും. അതിനെയാണ് SLR എന്ന് പറയുക, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെയാണ്, അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. CRR എന്ന് പറഞ്ഞാൽ ക്യാഷിൽ നിന്ന് റിസർവ് ആയിട്ട് മാറ്റി വയ്ക്കുക, ഗോൾഡ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് SLR. റെപ്പോ റേറ്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്. റിവേഴ്സ് നേരെ തിരിച്ചാണ്. ഇത് RBIയുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുകയോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് വെച്ചിട്ടുള്ള റിസർവ് ഇല്ലേ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. സെറ്റ് ആണെങ്കിൽ അത് ഈസി കാണിച്ച് എല്ലാവരും. ക്വാളിറ്റേറ്റീവ് ടൂൾസ് അല്ലേ, അത് കാണിച്ചു തരാം കേട്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം സാർ. അടുത്തൊന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സുകൾ നെക്സ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്. ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നോട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ആ 2 ഇൻസ്ട്രുമെന്റ് ഉള്ളതൊന്ന് കാണിച്ചു കൊടുക്കും സാർ ഒരുമിച്ച്. അതിന് മുകളിലത്തെ യെസ് അതിന്റെ പേര് വേണ്ടവര് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, കാണിച്ചു. ക്വാണ്ടിറ്റേറ്റീവ് ഇത് ക്വാളിറ്റേറ്റീവ് കേട്ടോ. വേണ്ടവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. അല്ല, ലക്സ ഡെഫിനിഷൻ കാൻ യു സെൻഡ് ദ ഇമേജ് ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, കിട്ടിയില്ലടാ ലക്സ? നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി സെറ്റ് അല്ലേ? ഓക്കെ ഗൈസ്. അടുത്തതാണ് ലാസ്റ്റ് ടോപ്പിക്. സ്പ്രെഡ് ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. സ്പ്രെഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലെൻഡിങ് റേറ്റ് ആൻഡ് ബോറോയിങ് റേറ്റ് ഈസ് കോൾഡ് സ്പ്രെഡ്. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം സാറേ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്: ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം, ഫങ്ഷൻസ് ഓഫ് മണി, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. 3 മോട്ടീവ്സ് 8 മാർക്കിന് ചോദിക്കാം. ലിക്വിഡിറ്റി ട്രാപ്പ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് 8 മാർക്കിന് ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് 8 മാർക്കിന് ചോദിക്കാം. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി 8 മാർക്കിന് ചോദിക്കാം. എന്തായാലും ഈ ചാപ്റ്ററിന് 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ മൈക്രോ, നമ്മുടെ ഫസ്റ്റ് ടേമിലെ പോർഷൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടേമിലെ ചാപ്റ്ററുകൾ ഫിനിഷ് ചെയ്തു. സെക്കൻഡ് ടേമിൽ ഏതൊക്കെയായിരുന്നു? മൈക്രോ 4, 5 ആണ്, മാക്രോ 3, 4. അപ്പൊ 4 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ആ മൈക്രോ. നമുക്ക് ഇനി മൈക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫസ്റ്റ് ടേമിലെ പോർഷൻസ് നാളെ മോർണിംഗിൽ എടുക്കാം. എല്ലാതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ആകെ പുകയോ. അവിടെ നിങ്ങളപ്പോൾ സെക്കൻഡ് ടേം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. ഇന്ന് ബിസിനസ് എക്സാം ആയതുകൊണ്ട് തന്നെ സമയം വളരെ കുറവാണ് എക്കണോമിക്സ് പഠിക്കാൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടേം ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ടേം മോർണിംഗിൽ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചില്ല, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ബാക്കി നമുക്ക് നാളെ മോർണിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, നമ്മുടെ അരുൺ സാറോട് കുറെ നേരം നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയാനായിട്ടല്ലോ ഒന്ന് സാറ്. യെസ് സാറെ കാണിച്ചു പ്രൊഡക്ഷൻ ആൻഡ്. നാളെ മോർണിംഗിലല്ലേ എക്സാം ഒക്കെ എക്കണോമിക്സ്? നാളെ 6 to 7:30 ആണ്. കയറാൻ പറ്റുന്നൊരു മാക്സിമം കയറും. ജസ്റ്റ് ഒരു ഫ്രഷ് അപ്പ് പോലെ എടുത്താൽ മതി അല്ലേ. ഫസ്റ്റ് ടൈമിന്റെ പോർഷൻസ് പഠിച്ചിട്ടൊക്കെ കയറി വേഗത്തിൽ കേട്ടെന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ചാപ്റ്റർ 3 ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കാണിച്ചു സാറേ. ഇതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുക. എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് അഫ്ന, ഡൗട്ട് ആണോ? പക്ഷെ ചില സ്കൂളുകളിൽ ഓണപ്പരീക്ഷയ്ക്ക് സ്കൂൾ എക്സാം അല്ലായിരുന്നേ. സോ അതുകൊണ്ട് മാക്രോ 2 ചാപ്റ്റേഴ്സ് ചില സ്കൂൾ എടുത്തിട്ടുണ്ടാ ഫസ്റ്റ് ടേമില്. മനസ്സിലായി? ഉണ്ട്. ഫസ്റ്റ് ടേമിന് എന്തായാലും വരും 30% അതിന് വരും 30% കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പഠിച്ചിട്ട് പോവാ. ഇത് ചിലപ്പോൾ 1 വേർഡ് ഒക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ ഐസോകോണ്ട് സാറെ കാണിച്ചു. ഐസോകോണ്ടും ഐസോകോണ്ട് മാപ്പും. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ?
ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, ക്വാണ്ട് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ എങ്ങനെ ഇൻപുട്ട് ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും അറിയോ? സെയിമോ ആയിരിക്കും, അത് മാക്സിമം ആയിരിക്കും. അതിനെയാണ് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് അഥവാ ഐസോകോണ്ട് കർവ് എന്ന് പറയാം. ഐസോകോണ്ട് മാപ്പ് ഇത് ഇൻഡിഫറൻസ് കർവിന്റെ പോലെ തന്നെയാണ്, രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. ഐസോകോണ്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു കളക്ഷൻ ഓഫ് ഐസോകോണ്ടിനെയാണ് ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുക. ഐസോകോണ്ട് പ്രോപ്പർട്ടി ചോദിച്ചാൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. ഐസോകോൺസ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ഇൻഡിഫറൻസ് കർവ് അതന്നെയല്ലേ? ഇൻഡിഫറൻസ് കർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെ കോൺവെക്സ് ഷേപ്പിലായിരിക്കും. പിന്നെയോ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. ഡു നോട്ട് കട്ട് ഈച്ച് അതർ കേട്ടോ. ഇത് പഠിച്ചിട്ട് പോവാ കേട്ടോ. അത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡും ആയിരിക്കും. ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും. ഇനി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. സാറേ കാണിച്ചോ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡ് ആണ്. പക്ഷെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്തായിരിക്കും? പ്രൊപ്പോർഷന് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ ലോങ് റൺ അങ്ങനെയല്ല, എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്, പക്ഷെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആയില്ലേ? പഠിക്കുക. അതൊക്കെ ഫസ്റ്റ് ടൈമിൽ ഓൾറെഡി പഠിച്ചതാണ്. ടി പി, എ പി, എം പി. ടി പി കാണാനായിട്ട് അറിയാലോ നിങ്ങൾക്ക്? യെസ്, ടി പി കാണാനായിട്ട് ഉള്ളിൽ ടി പി നമുക്ക് തരും. ടി പി തന്നിട്ട് എ പി എം പി കാണാൻ ചിലപ്പോൾ ചോദിക്കുക. എ പി കാണാൻ ടി പിനെ നമ്മൾ ഇൻപുട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക. എം പി, എം എന്ന് പറഞ്ഞാൽ മാർജിനലാണ്. എം എപ്പോഴും നമ്മൾ ടീന് ഡിഫറൻസ് എടുത്താൽ മതി, ടോട്ടലിന്റെ ഡിഫറൻസ് തൊട്ട് മുകളിലുള്ളത് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എം പി കിട്ടും കേട്ടോ. സാറേ അടുത്ത ലോ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് പലവർക്കും ഈ ഒരു ലോ 8 മാർക്കിന് എസ് ചോദിച്ചിരുന്നു. അതിന്റെ ഫിഗർ അടക്കം പഠിക്കുക. ഫിഗർ അറിയാലോ? ഫിഗർ വളരെ സിമ്പിൾ ആണ്, കാണിച്ചു തരാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ടി പി. കണ്ടോ? ഇത് കൂട്ടിമുട്ടി ടോപ്പ് ആയ പോയിന്റ് എന്ത് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എം പി വരയ്ക്കുക. എം പി ഇത് ടോപ്പ് ആവുന്ന തൊട്ട് താഴെ വെച്ചിട്ട് എന്ത് ചെയ്യുക? യെസ്, എ പി കട്ട് ചെയ്യുക. ഇത് സ്റ്റേജ് 1, ഇത് സ്റ്റേജ് 2, ഇത് സ്റ്റേജ് 3. അറിയാലോ? ഫിഗർ വരയ്ക്കാൻ അറിയാലോ എല്ലാവർക്കും? വരച്ച് പഠിക്കുക കേട്ടോ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇൻപുട്ട് ഇട്ട് കൊടുക്കും അല്ലേ? പക്ഷെ ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. പിന്നെയും ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവും? കോൺസ്റ്റന്റ് ആവും, പിന്നെ കുറയും. ഈ ലോയിനെയാണ്, ഈ നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ ആണോ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഫിഗർ അടക്കം എല്ലാവർക്കും അറിയാലോ? കൈവിശി കാണിച്ച എല്ലാവരും? ശ്രീമലെ അറിയാലോ? It refers to short run analysis ആണ്. When more and more units of TFC തന്നിട്ടല്ലേ? ഓക്കെ, നമുക്ക് ഫിക്സഡ് ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവാം? ഡിക്രീസ് ചെയ്യാം. ആഫ്റ്റർ എ സ്റ്റേജ്, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ആവാം. ഈ ലോയിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എ പി ആൻഡ് ഫസ്റ്റ് വാല്യൂ ഓഫ് ടി എഫ് സി. ടി എഫ് സി തന്നിട്ടല്ലേ? ഓക്കെ, ടി എഫ് സി കിട്ടിയ പിന്നെ എല്ലാം സെയിം ആയിരിക്കും. അറിയാലോ? റിലേഷൻഷിപ്പ് കാണിച്ചറിയില്ലേ? റിലേഷൻഷിപ്പ് ടി പി എം പി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ ടി പി ഇൻക്രീസ് ചെയ്യുമ്പോൾ എം പി കൂടുന്നു, ടി പി ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എം പി കുറയുന്നു, ടി പി മാക്സിമം ആകുമ്പോഴോ എം പി 0 ആകുന്നു, ടി പി കുറയുമ്പോൾ എം പി നെഗറ്റീവ് ആകുന്നു കേട്ടോ. അത് ഫിഗർ നോക്കി എഴുതാവുന്നേ ഉള്ളൂ. ടി പിയും എം പിയും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് കേട്ടോ. ഓക്കെ ആണോ? ഫിഗർ നോക്കി പറയാം കേട്ടോ. ഓക്കെ, ഇനി എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ എം പി റീച്ചസ് മാക്സിമം ഏർലിയർ ടു എ പി. എ പി മാക്സിമം ആകുന്നതിന് മുമ്പ് എം പി മാക്സിമം ആവും. കണ്ടോ? ടോപ്പ് ആവും. കണ്ടോ? പിന്നെ എം പി ഇസ് ഗ്രേറ്റർ ദാൻ എ പി ഇൻക്രീസസ്. അതായത് എ പിക്ക് മുകളിലാണ് എം പി നിൽക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? യെസ്, എ പി കൂടാണ്. ഇനി എം പി അടിയിലോട്ട് പോയപ്പോഴോ എ പി കുറയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഈസി ആയിട്ടുള്ള പോയിന്റ് പഠിച്ചാലും മതി കേട്ടോ. വേണമെങ്കിൽ പറയാം രണ്ടും എന്താണ്? ഇൻവേഴ്സ് യു ഷേപ്ഡ് ആണ്. യു തിരിച്ചിട്ട പോലെയല്ലേ? റാ പോലെയല്ലേ മക്കളെ? റാ പോലെയല്ലേ? അപ്പൊ അതിൽ ആദ്യത്തെ റാ ഏതാ? ആദ്യത്തെ റാ എം പി ആണ് കേട്ടോ. ആദ്യം കിടക്കണ എം പി ആണ്, പിന്നെയാണ് എ പി വരുന്നത്. മാറിപ്പോ വരുന്നത്. ചിലപ്പോൾ ചോദിക്കും 2 കർവ് വന്നിട്ട് ഇത് ഏതൊക്കെ കർവാന്ന് ചോദിക്കും. 1, 2 നടും. എന്നിട്ട് 1, 2 ഏതാന്ന് ചോദിക്കും. അപ്പൊ ആദ്യത്തെ റാ എം പി, പിന്നത്തെ റാ എ പി. ഓക്കെ ആണോ? വിശിക്ക്. യെസ്, ഇത് രണ്ടും ഇൻവേർട്ട് യു ഷേപ്പ്, യു തിരിച്ചിട്ട പോലെയാണ്. യു ഇങ്ങനെയല്ലേ? അപ്പൊ യു തിരിച്ചിട്ട പോലെയാണ്. പിന്നെ എം പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ എ പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഉണ്ടാക്കി എഴുതാം. ഒരു 3 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്താണ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ 3 റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. IRS, CRS, DRS. IRS എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഇൻപുട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ? അല്ലേ? നമ്മൾ 2
കപ്പ് അരി ഇട്ടാൽ 2 കപ്പ് ചോറേ കിട്ടുള്ളൂ ആണോ സാറേ? ഒരു കലം ചോറ് കിട്ടില്ലേ? കിട്ടൂലേ? അപ്പൊ ഇൻപുട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടിയാൽ അതിനെയാണ് IRS എന്ന് പറയുക. ഇനി കൊടുക്കുന്ന ഇൻപുട്ടിന് തുല്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടിയാലോ CRS, കൊടുക്കുന്നതിനേക്കാൾ കുറവ് ഔട്ട്പുട്ട് കിട്ടിയാലോ DRS. ഓക്കെ ആണോ? കൈവിശി കാണിച്ചേ, സാറെ കാണിച്ചു എക്സ്പ്ലനേഷൻ. IRS എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പോർഷൻ ഇൻക്രീസ് ഇൻ ഓൾ ദി ഇൻപുട്ട് ലീഡ്സ് ടു മോർ ദാൻ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. കണ്ടോ? ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കുറവായിരിക്കും. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കോൺസ്റ്റന്റിൽ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും, ഡിക്രീസിൽ ഔട്ട്പുട്ട് കുറവായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ബാഹുൽ ദേവേ? IRS, CRS, DRS. അടുത്താണ് ഇതിലൊരു കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഈ ആൽഫയും ബീറ്റയും കൂടി കൂട്ടിയാൽ ആൽഫ ബീറ്റ ക്വസ്റ്റിൽ തരും കേട്ടോ. സിമ്പിൾ ആണേ. ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0.5, ബീറ്റ ഈസ് ഈക്വൽ ടു 0.5, ഫൈൻഡ് റിട്ടേൺസ് സ്കെയിൽ. റിട്ടേൺസ് സ്കെയിൽ കാണാൻ പറയും. അപ്പൊ ഈ ആൽഫയും ബീറ്റയും കൂടി കൂട്ടുക. ആൽഫയും ബീറ്റയും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 0.5 0.5 ഒന്നല്ലേ? അപ്പൊ ആൽഫയും ബീറ്റയും കൂടി കൂട്ടിയാൽ 1 കിട്ടുന്നെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആണ്. കത്തിയാ? ആൽഫയും ബീറ്റയും കൂടി കൂട്ടിയാൽ 1 കിട്ടിയാൽ കോൺസ്റ്റന്റ് ആണ്. 1 കൂടുതൽ കിട്ടിയാലോ ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആണ്. 1 കുറവാണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺ. ഇവിടെ ഒരിക്കലും നെഗറ്റീവ് ഇല്ല കേട്ടോ മക്കളെ. റിട്ടേൺസ് സ്കെയിൽ ഒരിക്കലും നെഗറ്റീവ് ഇല്ല കേട്ടോ. ഓർത്ത് വയ്ക്കുക, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ്. അതായത് ഇൻക്രീസിങ്, ഡിക്രീസിങ്, കോൺസ്റ്റന്റ്. നെഗറ്റീവ് റിട്ടേൺ സ്കെയിൽ ഇല്ല. ഓർത്ത് വയ്ക്കുക, മനസ്സിൽ കയറ്റുക. ഏതൊരു ഓപ്ഷനിലെ നെഗറ്റീവ് ഉണ്ടായിരുന്നതാണ് ഓഡ് 1 കേട്ടോ. അപ്പൊ നെഗറ്റീവ് റിട്ടേൺ സ്കെയിൽ ഇല്ല. ഓക്കെ ആണോ? കൈവിശി കാണിച്ചെല്ലാവരും. കോസ്റ്റ്. കോസ്റ്റിൽ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്. TC, TFC, TVC, അതൊക്കെ AVC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, AC. അപ്പൊ ഇതിന്റെ ഇക്വേഷനൊക്കെ ഞാൻ എളുപ്പവഴിയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം പഠിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ടേബിൾ ഫില്ല് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഇക്വേഷൻ കാണിച്ചു തരാം. അടുത്ത കൊണ്ട് കാണിച്ചു തരാം. ഇക്വേഷൻ കാണിച്ചു കൊടുക്കാം. കണ്ടോ? ഇനി അതിന്റെ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് അതിന്റെ ഡയഗ്രം കാണിച്ചു തരാം. ഡയഗ്രം ഒരു സൗണ്ട് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ TCയും TVCയും TFCയും കൂടെ ഒരു ഒറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറയും. അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. കണ്ടോ? TFC എപ്പോഴും X ആക്സിന് പാരലൽ ആയിരിക്കും. പിന്നെ ഒറിജിനിൽ നിന്ന് വരുന്ന TVC ആണ്, മുകളിൽ നിന്ന് വരുന്ന TC. അപ്പോൾ TV അടിയിൽ നിന്ന് വരിക കേട്ടോ, ഒറിജിനിൽ നിന്നാണേ. ഓർത്ത് വയ്ക്കുക. TVC എവിടെയാ? ഒറിജിനിൽ നിന്നാണ് വരിക. TFCയുടെ അവിടെ നിന്ന് വരുന്നത് TC ആണ്. രണ്ടിന്റെ ഗ്യാപ്പ് സെയിം ആയിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? ആ ഗ്യാപ്പ് ശരിക്കും TFCക്ക് ഈക്വലാ. ഈ ഗ്യാപ്പ് TFCക്ക് ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഫിഗർ 3 കൂടി ഒറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കൂലേ? ഇങ്ങനെ വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്റെ പ്രോബ്ലത്തിന് ഇക്വേഷൻ വേണോ ആർക്കെങ്കിലും? TC, TFC, TVC ഒക്കെ കാണാൻ ഇക്വേഷൻ ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തു. ഇക്വേഷൻ വേണമെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തു. വേണം? ആർക്കും വേണം? മതി സാർ ചെയ്തു. ആരാണ്? തേജസ് വേണോടാ? അത് പ്ലെയിൻ ആക്കിയോ സാർ എന്നാ? വേണോ തേജസേ? TC is equal to TFC plus TVC. ഇക്വേഷനല്ലേ ചോദിച്ചത്? ഇതിന് TFC എങ്ങനെ കാണാം? TC മൈനസ് TVC. TVC കാണാൻ TC മൈനസ് TFC. ഈ സെന്റൻസ് പഠിച്ചു വെക്കുക. വെൻ ഔട്ട്പുട്ട് ഈസ് 0, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ TC is equal to TFC ആണ്. ഓർത്തിച്ചോ കേട്ടോ. അത് 0 ഔട്ട്പുട്ടില് മക്കളെ, 0 ഔട്ട്പുട്ടില് TC എത്രയാണോ? ഇപ്പൊ TC നമുക്ക് ഇങ്ങനെ തന്നു. ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി 60, 100, 150. ബാക്കി കാണാൻ പറഞ്ഞു. TVC കാണണം, TFC കാണണം, പിന്നെ ഫുള്ള് കാണാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ കാണാം കേട്ടോ? 0 ഔട്ട്പുട്ടിൽ TC 60 അല്ലേ? TC 60 ആണെങ്കിൽ TCയും TFC സെയിം ആ. അപ്പൊ TFC എന്തിനായിരിക്കും? 60 ആയിരിക്കും. മനസ്സിലായോ? എല്ലാം 60 ആയിരിക്കും. സത്യോ? TVC കാണിച്ചെല്ലാവരും. ഈ സെന്റൻസ് ഓർത്ത് വയ്ക്കുക. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ TCയും TFC സെയിം ആയിരിക്കും. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ TC 60 ആണെങ്കിൽ TFC 60. TFC ഒരെണ്ണം കിട്ടിയാൽ പിന്നെ എല്ലാം ഫിക്സഡ് അല്ലേ? പിന്നെ TVC ആണ് എന്ത് ചെയ്താൽ മതി? TCന്ന് TFC കുറച്ചാൽ മതി. കണ്ടോ? പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം കിട്ടും. ഓക്കെ അല്ലേ? ഇനി ആവറേജ് കാണാനായിട്ട് A വരുമ്പോൾ ഞാൻ എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? A വരുമ്പോൾ എങ്ങനെ എളുപ്പവഴി? AVC, AFC, AC. A വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? A മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്യുക? T ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബൈ ഔട്ട്പുട്ട് ചെയ്യും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? TFC ബൈ ഔട്ട്പുട്ട്. ഇവിടെ എന്ത് വരും? TVC ബൈ ഔട്ട്പുട്ട്.
ഇവിടെ എന്ത് വരും? ടി സി ബൈ ഔട്ട്പുട്ട്. എന്ത് സിമ്പിളാണ് നോക്കി ഇക്വേഷൻ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ആവറേജ് കാണാൻ എ മാറ്റിയിട്ട് കൊടുക്കുക, ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പേ മാറ്റുമ്പോൾ ടി വരുമ്പോൾ ടി എഫ് സി ബൈ ഔട്ട്പുട്ട്, ടി വി സി ബൈ ഔട്ട്പുട്ട്, ടി സി ബൈ ഔട്ട്പുട്ട്. സെറ്റ് അല്ലേ? ഇനി എം കാണണമെങ്കിലോ, എം എന്ന് പറയാം എം സി ആണ്. എം സി എന്നോ അല്ലെങ്കിൽ എസ് എം സി എന്ന് പറയാം, സെയിം തന്നെയാണ്. അല്ലെ എ സി എന്നോ അല്ലെങ്കിൽ എസ് എ സി എന്ന് പറയാം, സെയിം ആണ് കേട്ടോ. എ ടി സി എന്ന് പറയാം, സെയിം തന്നെ. എ ടി സി എന്ന് പറഞ്ഞാൽ സെയിം, ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആണ് കേട്ടോ. എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ്. അത് കാണും ഡെൽറ്റ ടി സി. ടി സിയിലുണ്ടായ മാറ്റം എടുത്താൽ മതി കേട്ടോ, ടി സിയിലുണ്ടായ വ്യത്യാസം. ഇനി എ വി സി എ എഫ് സിയുടെ കർവ് പഠിക്കാം മക്കളെ. ഞാൻ പറഞ്ഞ റെക്ടാങ്കുലർ ഹൈപ്പർബോളയിൽ വരുന്ന എ എഫ് സി ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഈ ഷേപ്പിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് പറയുക. അത് ഏത് കർവാണ്? എ എഫ് സി കർവ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രോബ്ലം ക്ലിയർ ആയോ? കെ പ്രോബ്ലം ഇക്വേഷൻ വെച്ച് പഠിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ്, 5 ചാപ്റ്റേഴ്സ് ആണ്. നാളെ മോർണിംഗിൽ നിങ്ങൾ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ഡിമാൻഡ് ഒക്കെ നോക്കണം. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് അതൊക്കെ. നാഷണൽ ഇൻകത്തിന് 3 മെത്തേഡ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. GDP നല്ലൊരു വെൽഫെയർ അല്ല, നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല. എന്തുകൊണ്ട്? അത് പഠിക്കുക. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നാഷണൽ ഇൻകത്തിൽ, അത് ഉറപ്പായിട്ട് പഠിക്കുക. ടഫ്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നന്നായി പഠിച്ചിട്ട് പോവുക. ഫൈനൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുക. സെക്കൻഡ് ചാപ്റ്ററിൽ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ബജറ്റ് ലൈൻ ഇല്ലേ, ബജറ്റ് ലൈൻ വരയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞതാണ്. കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം, ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ്, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിലാണെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമിയുടെ ഡിഫറൻസ്, PPC കാണാനായിട്ട്, PPC വരയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ മൈക്രോ മാക്രോ നമ്മുടെ ഡിഫറൻസ് ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കും. കുറേ ഐറ്റംസ് വന്നിട്ട് മൈക്രോ മാക്രോ തരംതിരിക്കാൻ ചോദിക്കും, പഠിച്ചിട്ട് പോവുക. അതുപോലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ പഠിക്കുക. പിന്നെ നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ആരാ? മാക്രോ JM കെയ്ൻസ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് അറിയാലോ, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അത് പബ്ലിഷ് ചെയ്ത് 1936 കേട്ടോ, മറന്നു വരുന്നത് 1936 ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. JM കെയ്ൻസ് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ ഫാദർ JM കെയ്ൻസ് ആണ്, അല്ല ആഡം സ്മിത്ത് ആണ്. എക്കണോമിക്സിന്റെ ഫാദർ ആഡം സ്മിത്ത്, മാറിപ്പോരുത്. ആഡം സ്മിത്ത്. മാക്രോന്റെ ഫാദർ ആരാണ്? മാക്രോന്റെ ഫാദർ JM കെയ്ൻസ്. ഓക്കെ അല്ലേ? മറന്നു പോരുത്. ആഡം സ്മിത്തിന്റെ ബുക്കിന്റെ പേര് അൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, 1776 1776 ആ ബുക്ക് എഴുതുകയുണ്ടായത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ആദ്യത്തെ ഡൗട്ടാണോ? അപ്പൊ JM കെയ്ൻസിന്റെ ബുക്ക് എന്താ? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, 1936. പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഇല്ലേ, 1929 30 ചോദിച്ചാൽ സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ സൗത്ത് മറ്റേ ഇവിടേക്ക് ഉണ്ടായില്ലേ, എവിടെയാ? നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായില്ലടാ. ഓർമ്മയുണ്ടോ? ഓ 4 സെക്ടറുകൾ ഏതൊക്കെയാടാ? 4 സെക്ടർ. നീ എന്തായാലും വന്നല്ലേ, 4 സെക്ടർ പറഞ്ഞിട്ട് പോയി. ഏതൊക്കെ നമ്മുടെ ഇക്കോണമിയിലുള്ള 4 സെക്ടറുകൾ? 4 സെക്ടേഴ്സ് ഇൻ ഇക്കോണമി. ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ കേട്ടോ. മക്കൾ 4 സെക്ടറിന്റെ പേര് പഠിച്ചു വെക്കണേ. ശ്രീമല കിട്ടിയോ? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, ചോദിച്ചോടാ ആദ്യത്തെ. ആൽഫ്രഡ് മാർഷൽ ഫാദർ ഓഫ് മൈക്രോ ആണ്, പക്ഷെ എക്സാമിന് ചോദിക്കാറില്ല. ചോദിച്ചാൽ ആൽഫ്രഡ് മാർഷൽ കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ മക്കളെ. ബാക്കി സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ നേരത്തെ നേരത്തെ ലെറ്റർ ആയി. വീട്ടിൽ ഇത് പഠിക്കുക, കുറച്ച് സമയമേ പഠിക്കാനായിട്ട്. നന്നായി പഠിച്ചിട്ട് 80 വാങ്ങണം കേട്ടോ. ഓക്കെ ജിതിനെ, ജിതിൻ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് കേട്ടോ. മോഡേൺ എക്കണോമിക്സ് ആഡം സ്മിത്ത്. മാക്രോ ബുക്കൊക്കെ ചോദിക്കാം. JM കെയ്ൻസിന്റെ ബുക്ക് പഠിച്ചു, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, JM കെയ്ൻസിന്റെ കേട്ടോ. 1936. വർഷം ചോദിക്കാറുണ്ട്, 1 വേർഡ് ഒക്കെ ചോദിക്കും. കുറെ ഉണ്ട് പഠിക്കാൻ എക്കണോമിക്സ്. ഓക്കെ, ഇനി ആർക്കെ ഡൗട്ട് ഉള്ളേ മക്കളെ? അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതാട്ടോ മക്കളെ. സമയം കളയല്ലേ, ഉള്ള സമയം നന്നായി പഠിക്കാട്ടോ. ലാസ്റ്റ് എക്സാം അല്ലേ, ഇങ്ങോട്ട് കഴിഞ്ഞില്ലേ, നന്നായി പഠിക്കാം. ഓക്കെ, ബൈ.